ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന സന്ദർഭത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം നമ്മെ പരിപാലിച്ചു. ദൈവം തന്റെ കൃപയും നമ്മെ സൂക്ഷിച്ചു. ഇത്രത്തോളം നടത്തി ദൈവം ഇനി നടത്തുവാൻ ശക്തനും വിശ്വസ്തനുമാകിയാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമയം ഉപയോഗിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കാം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭയങ്കര മഴയാണെന്നുള്ള വിവരം അറിഞ്ഞു. ആകയാൽ അവിടെ യാതൊരു കെടുതികളും വരാതെ ദൈവമായ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. അവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവെ അങ്ങ് ഒരുക്കി തന്ന സന്ദർഭത്തിനായി സ്തോത്രം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ മഴ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് വിടിവിക്കണമേ. സർവശക്തനായ ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാൻ ശക്തനാകയാൽ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പ്രവർത്തനം നടത്തുന്ന പാഷാസിയാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ, കർമ്മ തോന്നുമാറാണമേ, സഹായിക്കണം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. റെക്കോർഡിൽ ഡോണിനെ അനുഗ്രഹിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാം നിന്റെ കരങ്ങളിലൊന്നുകൂടെ താഴ്ത്തുന്നു. ദൈവത്തിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാഷാസിയാവിന് വീഡിയോയിൽ വരാൻ തക്കാൻ ഒക്കാത്ത സാഹചര്യമാണ്. ഇവിടെ കേരളത്തിൽ അവരുടെ ഏരിയയിൽ ഭയങ്കര മഴ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രികാലം ചുരുങ്ങിയ സമയങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം ചിന്തിക്കാം. അതിനു മുമ്പായി സുപ്രസിദ്ധ ഗായകർ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹരിപ്പാടിൽ നിന്നും ലിജി മോളും വീണ മോളും ഉണ്ട്. അവര് വളരെയധികം പ്രാർത്ഥനയോടെയാണ് ഇന്ന് കാലം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ മീറ്റിങ്ങിന് അനുഗ്രഹത്തിന് വേണ്ടി അവര് 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ സാഹചര്യമൊക്കെ അനുഗ്രഹമായി അവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരാൻ ഇടയായല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ട്രിവാൻഡ്രത്ത് വീണയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ബൈബിൾ വായനയെ സഹായിക്കാൻ രജിത അജിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. സിസ്റ്റർ ഗ്രേസിയുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പൊ നമുക്ക് 2 or 3 പാട്ട് പാടാം കേട്ടോ മക്കളെ. പാടിക്കോ. ഹരിപ്പാട്ട് സിംഗേഴ്സ് ഭയങ്കര ഫേമസ് സിംഗേഴ്സ് ആണ്. അവര് 2-3 പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നത്. പാടാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു ആവശ്യമുള്ള ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതിലേക്ക് പാടുവാൻ ക്ഷണിച്ച പ്രിയാൻഡ്രൂസ് പാസ്റ്ററോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് 2 പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിപ്പോയാലും വാഗ്ദത്തം നിറവേറിടും. വാനവും ഭൂമിയും മാറിപ്പോയാലും വാഗ്ദത്തം നിറവേറിടും. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിക്കുന്നു, പ്രാർത്ഥനയ്ക്കുത്തരം നൽകിടുന്നു. കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിക്കുന്നു, പ്രാർത്ഥനയ്ക്കുത്തരം നൽകിടുന്നു. വിത്തു ചുമന്നു കരഞ്ഞു വിതച്ചവർ ആർപ്പോടെ കൊയ്തിടുമേ. വിത്തു ചുമന്നു കരഞ്ഞു വിതച്ചവർ ആർപ്പോടെ കൊയ്തിടുമേ. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട്
നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ദരിദ്രനെ എന്നേക്കും മറക്കുകയില്ല. സാധുവിൻ പ്രത്യാശയ്ക്കോ ഭംഗം വരില്ല. ദരിദ്രനെ എന്നേക്കും മറക്കുകയില്ല. സാധുവിൻ പ്രത്യാശയ്ക്കോ ഭംഗം വരില്ല. എളിയവനെ പൊടിയിൽ നിന്നും ഉയർത്തും, ദരിദ്രനെ കുപ്പയിൽ നിന്നും. എളിയവനെ പൊടിയിൽ നിന്നും ഉയർത്തും, ദരിദ്രനെ കുപ്പയിൽ നിന്നും. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. കഷ്ടതയെല്ലാം തീർന്നിടുമേ, നഷ്ടങ്ങളെല്ലാം മാറിടുമേ. കഷ്ടതയെല്ലാം തീർന്നിടുമേ, നഷ്ടങ്ങളെല്ലാം മാറിടുമേ. യേശു തൻ വേഗം വന്നിടുമേ, തക്ക പ്രതിഫലം തന്നിടുമേ. യേശു തൻ വേഗം വന്നിടുമേ, തക്ക പ്രതിഫലം തന്നിടുമേ. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. കൃപയിന്നത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പകി. കൃപയിന്നത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പകി. നല്ല ഫലങ്ങൾ നൽകുവാൻ വൻകൃപ ചൊരിഞ്ഞു നൽകി. സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർത്തി. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി. സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി. സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിനാഗ്രഹം നൽകി, അതരത്തിൻ യാചന കേട്ടു. കാര്യസ്ഥ സാന്നിധ്യം നൽകി, നാൾതോറും ഭാരം ചുമന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാൽ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിൽ സ്തുതി മുഴക്കൂ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി. സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തന്റെ ഏകജാതനാ പുത്രനിൽ വിശ്വസിക്കുന്നു, ഹൃദയം കൊണ്ടു വിശ്വസിച്ചു, അതരം കൊണ്ടേറ്റു ചൊല്ലുവോ. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ലോകത്തെ സ്നേഹിച്ചീശനെ
കൈകൾ ഉയർത്തി സ്തുതിക്കാം. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തന്റെ ഗംഭീരനാദത്താൽ ദൂതന്റെ കാഹളധ്വനിയാൽ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നടയുമ്പോൾ പൊടികളിൽ ഉറങ്ങും ചിലർ നിത്യതയ്ക്കായിട്ടുണരും. നാദാ കർത്താവേ വരണേ, ആമേൻ നീ വേഗം വരണേ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. കൃപയിനത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു നിത്യാജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി നല്ല ഫലങ്ങൾ നൽകുവാൻ വൻകൃപ ചൊരിഞ്ഞു നൽകി സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. Praise the Lord. ഒരു പാട്ട് പാടുന്നു. പാടിക്കോ. നിന്തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. നിന്തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ.
നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. വന്തുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല, വന്തുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നോ എന്നെന്നും കൂടുള്ളോ നിൻ സ്നേഹമാഗാധമേ. എന്നെ നടത്തുന്നോ എന്നെന്നും കൂടുള്ളോ നിൻ സ്നേഹമാഗാധമേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. വളരെ മനോഹരമായ 3 ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ ഇടയായി. ദൈവം തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹരിപ്പാട്ടിൽ നിന്നാണ് അവർ പാടിയത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട അർത്ഥവത്തായ പാട്ടുകളാണ് അവർ പാടിയത്. വളരെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കടന്നു വന്ന കുഞ്ഞുങ്ങളാണ്. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഏശയ്യ കേരളത്തിൽ നിന്ന് എന്നെ വിളിച്ചു. അവിടെ എല്ലാം ഭയങ്കര മഴയാണ്, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ വിഷമമാണെന്ന് പറഞ്ഞു. ഇന്നത്തെ ക്യാൻസർ ഇതാണെന്ന് വരെ ചിന്തിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്നോണ്ട് അത് ലീഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഏതായാലും ക്യാൻസർ തീരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയത്. ഇത്രയും പേർക്ക് കടന്നു വരുവാൻ, ഈ പ്രതികൂലത്തിന് നടുവിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഗൾഫിൽ നിന്ന് പാസ്റ്റർ ജോയൽ ആഗസ്റ്റിനും നമ്മുടെ മധ്യയുള്ള കൃപയ്ക്കായി സ്തുതിക്കുന്നു. പലയിടത്തു നിന്നും ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈബിൾ വായന കേരളത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഹരിപ്പാട്ടിൽ നിന്ന് ലിജിയും ഫെബിയായും ബൈബിൾ വായനയിൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ അവർ സഹായിക്കും. രജിത ഉണ്ട്, ഏഞ്ചൽ മോളുണ്ട്. ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്കാണ് വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ മറിഞ്ഞുപോയല്ലോ. 2-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കും. പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക. മൂർച്ചയേറിയ ഇരുമായിത്രവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. നമ്മള് കഴിഞ്ഞ ആഴ്ചയില് പെർഗമോസിന്റെ 12-ാമത്തെ വാക്യമാണ് ചിന്തിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക, മൂർച്ചയേറിയ ഇരുവായത്തിലുള്ളവൻ അരുളി ചെയ്യുന്നത്. വെളിപ്പാട് ദിവസം ക്ലാസ് എടുക്കുമ്പോൾ സാത്താന് വലിയ പോരാട്ടം ഉണ്ടാകും. സാത്താൻ നമ്മളെ പോരാടി അത് നടത്താതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ്. 2 പുസ്തകത്തോടാണ് സാത്താൻ ഏറ്റവും വലിയ എതിർപ്പ്. ഒന്ന് ഉൽപ്പത്തി പുസ്തകം, 2 വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകം സാത്താന്റെ വീഴ്ചയെപ്പറ്റി പറയുന്ന ഭാഗവും അവന്റെ തന്ത്രമൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമുക്ക് കാണുവാൻ തന്നെ കഴിയുന്നത്. അതുകൊണ്ട് അത് വിശ്വസിക്കേണ്ട, അത് നമ്മൾ തുറന്ന് പഠിക്കാതിരിക്കാൻ തക്കണം.
സാത്താൻ തന്റെ സർവ്വശക്തി ഉപയോഗിക്കും. വെളിപ്പാട് പുസ്തകത്തിലാണ് സാത്താന്റെ അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ അത് പഠിക്കാതിരിപ്പാൻ തക്കണം, അത് തുറക്കാൻ പോലും സമ്മതിക്കാതെ വണ്ണം സാത്താൻ തന്റെ സർവ്വശക്തി ഉപയോഗിക്കും. ഒരു കാലത്ത് ഓർത്തഡോക്സ് സഭയിൽ പോലും, യാക്കോബ ഓർത്തഡോക്സ് സഭയിൽ പോലും വെളിപ്പാട് പുസ്തകം വായിക്കാൻ തക്കണം അവർക്ക് അത് പഠിപ്പിക്കുകയോ തുറക്കാനോ ഉള്ള സന്മനസ് അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അതിൽ ഒരു തിരുമേനി പറഞ്ഞത്, പണ്ട് പറഞ്ഞതാണ് തിരുമേനി പറഞ്ഞത്, യോഹന്നാൻ അപ്പോസ്തലന് ചില വെളിവുകേടുകൾ ഉണ്ടായത് എഴുതി വെച്ചിരിക്കുന്നതാണെന്നുള്ള നിലയിൽ പണ്ട് ഇങ്ങനെ ഒരു അച്ഛൻ, ഒരു തിരുമേനി പറഞ്ഞായിട്ട് ഞാൻ അറിയുവാൻ തക്കനോടിയായിട്ട്. തന്നെയല്ല, റോമൻ കത്തോലിക്കർ പോലും ബൈബിള് തുറക്കാൻ സമ്മതിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരൊക്കെ ബൈബിൾ തുറന്ന് സത്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ അനുസരിച്ചാണ് ഇന്ന് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മുന്നോട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിന്റെ കാര്യം മനസ്സിലാക്കാൻ തക്കൊണ്ട് കഴിയും. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് AD 95 താൻ നാട് കടത്തപ്പെട്ടെന്ന് നമുക്കറിയാം. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ മതപീഡനയാൽ ചക്രവർത്തിയെ ദൈവമായിട്ട് ആരാധിക്കണം എന്നുള്ള ഒരു രീതി അവിടെ കൊണ്ടുവന്നപ്പോൾ അത് അംഗീകരിക്കാതിരുന്നതിന്റെ വെളിച്ചത്തിലാണ് അന്ന് അനേക വിശ്വാസികൾ രക്തസാക്ഷികളായിട്ട് മരിപ്പാൻ തക്കനൊടിയായി. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ പ്രായം ചെന്ന് വൃദ്ധനായിരിക്കാൻ തന്നെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. അത് AD 95 95 അവസാന ഭാഗത്തുണ്ടായിരുന്നു. AD 95 തനിക്ക് ഈ വെളിപ്പാട് മുഴുവൻ അവിടെ വെച്ച് ലഭിക്കാണ്ടിയായത്. അങ്ങനെ ലഭിച്ചതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ ഗതി എങ്ങനെയാ പോകുന്നുള്ളത് നമുക്ക് ഈ പുസ്തകത്തിൽ കൂടെ, പ്രവചനം കൂടി മനസ്സിലാക്കാൻ തൊക്കെ കഴിയുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ അനേക പ്രവചന വിഷയങ്ങൾ ഉണ്ട്. അത് മിക്കതും നിറവേറി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള സകല പ്രവചനങ്ങളും നിറവേറിയിരിക്കുകയാണ്. ഇനിയും ഉടൻ നടക്കേണ്ടതായിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവും തുടർന്നുള്ള സംഭവങ്ങളുമാണ്. അതാണ് നമ്മൾ പഠിക്കാൻ തക്കണം പോകുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. 2-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. 2-ാം അധ്യായമാണ് കൃപായുഗം ഇപ്പോൾ ഉള്ളത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ വിഭജനം പറഞ്ഞല്ലോ. നീ കണ്ടത് 1-ാം അധ്യായം 19-ാം വാക്യം, നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് ഇനിമേൽ സംഭവിക്കാനുള്ളത്. നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായങ്ങൾ. ഈ കൃപായുഗം, ഈ സഭായുഗമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ പീരീഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലവോദിക്ക പീരീഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി ഈ 7 സഭകൾ ലോകത്തിൽ ഉള്ള എല്ലാ സഭകൾക്കുള്ള ദൂതുകളാണ്. ആസിയയിലെ സഭകൾക്ക് മാത്രമല്ല, എല്ലായിടത്തുമുള്ള എല്ലാ സഭകൾക്കും വിശ്വാസികൾക്കുള്ള ദൂതാണ് ഈ 7 സഭകൾക്കുള്ള ദൂത്. വ്യക്തിപരമായിട്ട് എഴുതുമ്പോൾ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് ആരംഭിക്കുന്നത്, സഭ എന്നുള്ള ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ സഭയ്ക്കും. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, തുയത്തേരായുടെ സഭയുടെ ദൂതൻ എഴുതുക. സഭ എഫെസോസ് സഭയ്ക്ക് ഉള്ള ദൂതാണെങ്കിലും അത് ലോകത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്നതാണ്. കാരണം ഓരോ ദൂതിന്റെയും അവസാനം നിങ്ങൾ നോക്കേ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ബഹുവചനത്തിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ സഭകൾക്കുമുള്ള ദൂതാണ് എന്ന് ദൈവമക്കൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വിശുദ്ധിയിലേക്ക് നമ്മൾ പഠിക്കുവാൻ പ്രവേശിക്കേണ്ടത്. ഇപ്പൊ പെർഗമോസ് സഭയുടെ ദൂതിനെ കുറിച്ച് എഴുതുകയാണ്. അത് നമുക്കും കൂടെ ഉള്ള ദൂതാണ്. അത് കാലത്തുണ്ടായിരുന്ന പെർഗമോസ് സഭയ്ക്ക് മാത്രം കൊടുത്തൊരു ദൂതാണെങ്കിലും എല്ലാ സഭകൾക്കും, ഈ 21-ാം നൂറ്റാണ്ടിലുള്ള എല്ലാ സഭകൾക്കുമുള്ള ദൂതായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ എഫെസോസ് സഭയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ കാലഘട്ടത്തെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കുറവെന്ന് പറയുന്നത് അവരുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നുള്ളതാണ്. അത് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ താമസിച്ച് 3 വർഷം ദൈവവചനം പഠിപ്പിച്ച് ആശയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ വചനം കേൾക്കാനിടയായി തീർന്നു. അനേക സഭകൾ അവിടെ സ്ഥാപിതമാകുവാൻ തന്നെ ഉണ്ടായി തീർന്നു. പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭകളാണ് ഈ ആശയിലുള്ള ഈ സഭകളെല്ലാം. ഈ 7 സഭകളെ കൂടാതെ വേറെയും അനേക സഭകൾ അവിടെ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗലാത്യ സഭകള്, കൊലോസിയ, ഹീറോപോലിസ്, ത്രോവാസ്, മിലത്തസ് എന്ന അവിടെയൊക്കെ ഈ സഭകൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ തന്നെ കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മിലോത്തോസിൽ നിന്ന് എഫെസോസിലെ ദൂതൻ മൂപ്പന്മാരെ വരുത്തി അവരോട് പ്രബോധിപ്പിക്കുന്ന പ്രബോധനത്തിൽ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 3 വർഷം നിങ്ങളോട് രാവുകൾ കണ്ണീർ വാർത്തുകൊണ്ട് ഓരോരുത്തരോടും ബുദ്ധി ഉപദേശിച്ചെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുകയും
അതിനു മുമ്പ് തുറന്നല്ലോസിന്റെ പാഠശാലയിൽ 2 വർഷം, വീണ്ടും 1 വർഷം കൂടെ, മൊത്തം 3 വർഷം താൻ ദൈവവചനം അവിടെ പഠിപ്പിക്കുവാനും അനേക സഭകൾ സ്ഥാപിതമാകുവാനും ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി പഠിപ്പാൻ തക്കൂടിയായി തീർന്നു. അപ്പോ എഫെസോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 70 മുതൽ 170 വരെയുള്ള കാലഘട്ടമായിരുന്നു. അടുത്താണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് സ്മുർണ സഭയുടെ കാലഘട്ടം AD 170 മുതൽ 312 വരെയുള്ള കാലഘട്ടമായിരുന്നു. ആ സ്മുർണ സഭയുടെ കാലഘട്ടത്തിലാണ് അനേകം 10 മതപീഠകൾ ഉണ്ടായി. 10 ചക്രവർത്തിമാരാൽ അനേകര് രക്തസാക്ഷികളായിട്ട് മരിച്ച ഒരു കാലഘട്ടമായിരുന്നു AD 170 മുതൽ 312 വരെയുള്ള ആ കാലഘട്ടം. അനേകര് രക്തസാക്ഷികളായിട്ട് മരിച്ച കാലഘട്ടമായിരുന്നു. ആ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ 3-ാമത്തെ വിഷയമാണ് പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ളവൻ അരുളി ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളത് പഠിച്ചു. ഓരോ സഭയ്ക്കും ഓരോ വ്യത്യസ്തമായ നിലയിലാണ് അത് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നത്. എഫെസോസിലെ സഭയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് അവർക്ക് ദൂത് കൊടുത്തത്. സ്മുർണ സഭയോട് പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും അത് ആദ്യനും മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരുളി ചെയ്യുന്നത്. ആ സഭകളുടെ ഓരോ അതേ ആത്മീയ സ്ഥിതി അനുസരിച്ചാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പെർഗമോ സഭയോട് പറയുന്നത് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ളവൻ അരുളി ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അക്കാലത്ത് ആസിയിലെ ഈ തുർക്കിയിലാണ് ഈ സഭകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. തുർക്കിയിലാണ്, നമ്മൾ പഠിച്ചതാണ്. ഇന്നത്തെ ടർക്കി. ഇന്നത് മുസ്ലിംകാരുടെ കയ്യിലാണ്. ഇന്ന് ന്യൂയോർക്ക് പോലെ ആയിരുന്നു എഫെസോസിലെ പട്ടണം. എന്നാൽ പെർഗമോസ് എന്ന് പറയുന്നത് ഇന്നത്തെ വാഷിംഗ്ടൺ DC പോലെ, അമേരിക്കയിലെ വാഷിംഗ്ടൺ DC പോലുള്ള ഒരു പട്ടണം പോലെയായിരുന്നു. കാരണം അത്രമാത്രം ഈ നഗരങ്ങൾ വളരെയധികം സാംസ്കാരികപരമായും ധനപരമായിട്ടും കച്ചവടപരമായിട്ടും വളരെയധികം വർദ്ധിക്കാൻ തക്കൊണ്ടായിത്തീർന്നു. പെർഗമോസിലായിരുന്നു ഏറ്റവും വലിയ ബിസിനസ് നടന്നുകൊണ്ടിരുന്ന ഒരു കേന്ദ്രമായിരുന്നു പെർഗമോസ്. ഇത് റോമാക്കാരുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഈ ആസിയിലെ ഈ തുർക്കി അക്കാലത്ത് റോമാക്കാരുടെ ഒരു പ്രവിശ്യയായിരുന്നു. അപ്പോൾ റോമൻ ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെർഗമോസ് അവരുടെ കാലഘട്ടമായപ്പോൾ AD 312 കടന്നു വന്ന് ഈ AD 312 പറയുന്നത് സഭാപരമായിട്ടുള്ള കാലഘട്ടത്തെയാണ് കാണിക്കുന്നത് കേട്ടോ, അന്നത്തെ അല്ല. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ കർത്താവാൻ സഭ ആരംഭിച്ചത് പെന്തക്കോസ് നാളിലാണ്. പെന്തക്കോസ് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെയുള്ള 7 കാലഘട്ടങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എഫെസോസ് കാലഘട്ടം AD 70 മുതൽ 170 വരെ. സ്മുർണയുടെ കാലഘട്ടം AD 170 മുതൽ AD 312 വരെ. ആ കാലഘട്ടത്തിലാണ് രക്തസാക്ഷികൾ ധാരാളമായിട്ട് മരിച്ചത്. സ്മുർണ സഭ ഇരിക്കുമ്പോഴല്ല, അത് ആ കാലത്തെ കാര്യമല്ല പറയുന്നത്. അന്ന് ഈ ദൂത് പറഞ്ഞ് അവരെ മനസ്സിലാക്കിയായിരുന്നു. അപ്പൊ അതുപോലുള്ള ഒരു പീഡനം ഈ സ്മുർണ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് അവരെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. പെർഗമോസ് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 312 മുതൽ 606 വരെ സഭയോടുള്ള ബന്ധത്തിൽ, ആഗോളപരമായ സഭയോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന വിഷയമാണ്. അവിടെ ഈ സഭയുടെ സ്വഭാവം അനുസരിച്ചാണ് കർത്താവ് ഇവർക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ളവൻ അരുളി ചെയ്യുന്നത്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. ആ മൂർച്ചയേറിയ ഇരുവായ്ത്തല ഉള്ളതെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാകുന്ന വാളുകൊണ്ട് ദുരുപദേശങ്ങളോട് പോരാടുവാൻ തക്കണം കർത്താവ് വെളിപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇനിയും ഞാൻ ആവർത്തനത്തിലേക്ക് പോകാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. അടുത്ത വിഷയം അവർക്കുള്ള പ്രശംസയാണ്. 12-ാം വാക്യം മുഖവരിയാണ്. 13-ാമത്തെ വാക്യം അവരെക്കുറിച്ച് പറയുന്ന പ്രശംസ. ഓരോ സഭയ്ക്കും ഓരോ പ്രശംസയുണ്ട്. നമ്മളാണെങ്കിൽ പ്രശംസയൊന്നും പറയത്തില്ല, കുറ്റം മാത്രമേ പറയത്തുള്ളൂ. അതും നേരെ പറയത്തില്ല. കർത്താവാണെങ്കിൽ നേരെ പറയുന്നത്. എങ്കിലും നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. നമ്മളാണെങ്കിൽ പറയും ചാണ്ടിയെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്, മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ശോശാമയെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്.
നേരിട്ട് പറയത്തില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് നേരിട്ട് പറയണം. നമ്മുടെ കർത്താവിന്റെ സ്വഭാവമായിരുന്നു. ഒരുത്തം വന്ന് പറഞ്ഞു, അതായത് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യാണ്? അവൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ പറയുന്ന പോലെ ചെയ്യുക, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, പിന്നെ നിന്റെ അയൽക്കാരനെ ബഹുമാനിക്കുക, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതും പറഞ്ഞു, ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നു. ഇതുപോലെ പെന്തക്കോസ്തുകാരെ കിട്ടുമോ? ഈ പറഞ്ഞ രീതിയിലുള്ള പ്രമാണങ്ങളെല്ലാം ഞാൻ ചെറുപ്പം മുതൽ അനുസരിക്കുന്നു. കർത്താവ്, അയ്യോ എന്നാ നീ മിടുക്കനാണല്ലോടാ എന്നും പറഞ്ഞ് സ്റ്റേജെ കൊണ്ട് പിടിച്ചിരുത്തുകയല്ലായിരുന്നു. എന്നാൽ നിനക്ക് ഒരു കുറവുണ്ട്. നേരെ നോക്കി കുറവ് പറയണം. അത് വ്യക്തിപരമായിട്ട് ഒരാളുടെ കുറവ് മറ്റൊരാളിനോടല്ല പറയേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം, അയ്യോ അവിടെ സൂക്ഷിക്കണം കേട്ടോ, ഓ അല്ലെ ചാണ്ടിയെ സൂക്ഷിക്കണം. ഇവിടെ ചാണ്ടി എന്നുള്ള പേരുണ്ടെങ്കിൽ അത് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത്. അത് ചാണ്ടിയെ സൂക്ഷിക്കണം കേട്ടോ. മറ്റുള്ളവരുടെ കുറ്റം നമ്മള് നേരെ പറയാതെ മറ്റുള്ളവരുടെ പറയുന്നു. എന്നാൽ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം. അതുപോലെ തന്നെ നിന്നെക്കുറിച്ച് ഒരു കുറവ് എനിക്ക് പറയാൻ തക്കണ്ണമുണ്ട്. കർത്താവ് ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നാ നിനക്കൊരു കുറവുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള വ്യക്തിയോട് പറയാൻ കുറവ് ചൂണ്ടിക്കാണിക്കുന്നു. അത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, അവൻ നിത്യജീവനേക്കാൾ സമ്പത്തിനെ ഏറ്റവും വലിയ ആയുധമായി കണക്കാക്കിക്കൊണ്ട് അവൻ അവിടുന്ന് പൊയ്ക്കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. ദൈവമക്കളെ, ഇവിടെ കർത്താവ് പറയുന്ന വാചകം, ഇവരെ കുറിച്ചുള്ള കുറ്റവും ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ച 13-ാമത്തെ വാക്യത്തിന്റെ ആരംഭം, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അറിയുന്നു എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി കർത്താവ് നമ്മളെ അറിയുന്നു എന്നുള്ള വിഷയത്തിലാണ് ഇവിടെ നമ്മൾ നിൽക്കാൻ പോകുന്നത്. നീ എവിടെ പാർക്കുന്നു എന്നറിയാം. ഒരു ദൈവത്തിന്റെ പൈതല് എവിടെ പാർക്കുന്നു എന്നുള്ളത് കർത്താവിനറിയാം. അതെ, അത് സാത്താന്റെ സിംഹാസനം ഉള്ള സ്ഥലം എന്നും ഞാൻ അറിയുന്നു. കർത്താവ് എല്ലാം അറിയുന്ന അതേ ദൈവമാണ്. നമ്മുടെ കർത്താവ് അറിയാതെ ഒരു കാര്യമില്ല. നീ അറിയാതെ എനിക്കൊരു നന്മയില്ല. നിന്റെ ആത്മാവിനെ ഞാൻ ഒളിച്ചോടെ പോകും. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഉഷസ്സിന്റെ ചിറകിൽ ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ നീ അവിടെയുണ്ട്. എന്താ ശൗല് പോയി സാമാനക്കെട്ടുകിടെ ഒളിച്ചിരുന്ന് വരെ ദൈവം വെളിപ്പെടുത്തി. യോന പോയി നിനവിലേക്ക് പറഞ്ഞപ്പം തർശീസിലേക്ക് പോയി സാമാനക്കെട്ടുകളുടെ ഇടയിൽ കയറി അവൻ കടന്ന് ഒളിച്ചിരുന്നു. അവിടെയും കർത്താവ് കണ്ടു. നമ്മുടെ കർത്താവ് കാണാത്ത ഒരു സ്ഥലമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. കടലിൽ കൂടി പോകുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ ചതുർബ്രഹ്മപ്പണം കിടക്കുന്നത് കർത്താവ് കണ്ടുപിടിച്ചു. എത്ര ആഴമായ കണ്ണാണ് നമ്മുടെ കർത്താവ്. അഗാധവും ഗൂഢവുമായി വെളിപ്പെടുത്തുന്നു. ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കത്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ഇരുട്ട് പകൽ പോലെ പ്രകാശിക്കും. ഇവിടെ വായിക്കുന്നു, കഴിഞ്ഞ ആഴ്ച നാം അറിയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെ അറിയണം? ലിജി ഓർക്കുന്നുണ്ടോ? ഫെബിയമ്മോൾ ഓർക്കുന്നുണ്ടോ? നാം അറിയേണ്ട കാര്യം ആ കുഞ്ഞിനറിയാം, കാരണം വചനം പഠിക്കുന്നുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു, ഇല്ലേ? കർത്താവ് തന്നെ അറിയുന്നു. രചിത ഓർക്കുന്നുണ്ടോ നമ്മളെ? ഉണ്ട്. ഞാൻ ആരെ വിശ്വസിക്കുന്ന അറിയുന്നു, പൗലോസ് പറയുന്നു. പിന്നെ ഇയ്യോ പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. പിന്നെ പൗലോസ് പറഞ്ഞു, കൂടാരമാവുന്ന ഭവനം അറിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തൊരു ഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു, ഇല്ലേ? അതുപോലെ തന്നെ യോഹന്നാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ അജിത എല്ലാം പറയുന്നുണ്ട്, ഫെബിയമ്മോളും പറയുന്നുണ്ട്. അതാണ് എനിക്ക് നമ്മുടെ ബൈബിൾ സ്കൂളിന്റെ പ്രത്യേകത. കുഞ്ഞു ദൈവത്തിന്റെ വചനം പെറുക്കെടുക്കാൻ തക്കണം കാത്തിരിക്കുന്ന 16 വയസ്സുള്ള എന്നാ പാട്ടുകാരത്തി എന്നറിയാമോ? അത് ദൈവത്തിന്റെ വചനത്തോട് ഭയങ്കര കൂറാണ് ആ കുഞ്ഞിനോട്. ദൈവം സഹായിക്കട്ടെ. ഒന്നാമത്തേത്, ഞാൻ ആരെ വിശ്വസിക്കുന്ന അറിയുന്നു. 2 തീമോഥെയോസ് 1:12. രണ്ടാമത്, ഇയ്യോബ് പറയുന്നു, എന്റെ വീണ്ടെടുപ്പാരൻ ജീവിച്ചിരിക്കുന്നു. ഇയ്യോബ് 19:25. പിന്നെ എനിക്കൊരു ഭവനം സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. 2 കൊരിന്ത്യർ 5:1. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. അടുത്ത ആഴ്ച ഞാൻ വാക്യങ്ങൾ സഹിതം ഫെബിയാമോളോട് ചോദിക്കും, അതുപോലെ അജിതോട് ചോദിക്കും, നിഷാമോളോട് ചോദിക്കും, എല്ലാവരും ഇരിക്കുന്ന എല്ലാ സഹോദരിമാരോടും. എല്ലാവരും പേര് എനിക്കറിയാം, സുജ, ഷാർലി, എല്ലാവരും അറിയാം. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിരിക്കണമെന്ന് വലിയൊരു നിർബന്ധമാണ്. അതുകൊണ്ടാണ്. പിന്നെ കുരുടൻ പറഞ്ഞു, ഒന്ന് ഞാൻ അറിയുന്നു. യോഹന്നാൻ 9:25.
ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എൻ്റെ കണ്ണ് കാണുന്നു. യോഹന്നാൻ പറഞ്ഞു, 1 യോഹന്നാൻ 3:2, 1 യോഹന്നാൻ 3:2, പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകും, നാം ഇന്നതാകുന്നതിനെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഇത്രയും അറിവുകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം ഉണ്ട് എന്നുള്ള വിവരം ദൈവം നമ്മളെ കാണിച്ചു നിൽക്കും. ആ അറിവ് നമ്മൾ പ്രാപിച്ചിരിക്കും. ഇവിടെ കർത്താവ് നമ്മെ അറിയുന്നുള്ള വിഷയമാണ്. നമ്മെ അറിയുന്നു. കർത്താവിനെ അകറ്റി നിർത്തി സക്കായി മരത്തിന് മുകളിൽ കയറാൻ ഓടിപ്പോന്നൊക്കെ കർത്താവ് ദൂരെ കണ്ടു. യേശുവിനെ കാണാനൊക്കാത്തത് കൊണ്ട് എനിക്ക് നല്ല സുഖമില്ലാത്ത തൊണ്ട ഇച്ചിരി അടച്ചാണ്ടിരിക്കുന്നത്. ചെറിയ ക്ഷീണം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ പ്രയാസങ്ങളൊക്കെ, ചുമയൊക്കെ, ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ചെറിയ ക്ഷീണമുണ്ട്. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. അവൻ ഓടിപ്പോകുന്ന കർത്താവ് കണ്ടു. അവൻ മരത്തെ വലിഞ്ഞു കയറുന്ന കണ്ടു, കുരുടനായിരിക്കുന്ന കാതി, അതുപോലെ ഇലകളുടെ ഇടയെ ഒളിച്ചിരിക്കുന്നത് കണ്ടു. കർത്താവിനെ ഒളിച്ച് നമുക്ക് എവിടെ പോകാൻ തക്കണം കഴിയും? ഇവിടെ കർത്താവ് അറിയുന്ന ഒരു കാര്യം പറയാണ്, നീ എവിടെ പാർക്കുന്ന എനിക്കറിയാം. ഇന്ന് നമ്മൾ എവിടെ പാർത്താലും, കാനഡയിൽ പാർത്താലും, അമേരിക്കയിൽ പാർത്താലും, അതേ ഹരിപ്പാടി പാർത്താലും, അതേ ഗൾഫിൽ പാർത്താലും, എവിടെ പാർത്താലും നമ്മെ അറിയുന്നു. കർത്താവ് അറിയുന്നു. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പെർഗമോ സഭയോട് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളേടും എന്നും ഞാൻ അറിയുന്നു. എന്നാൽ ഇവരെ കുറിച്ച് 2 ഗുണം പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ ഞങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഈ 4 വിഷയങ്ങളാണ് ഇപ്പം പറഞ്ഞ് ഈ വാക്യം അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇവർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ഗുണം: എൻ്റെ നാമം മുറുകെ പിടിച്ചു. രണ്ടാമത്, എൻ്റെ വിശ്വാസം നിഷേധിച്ചില്ല. ഇത്രയും നല്ല സാക്ഷ്യം എത്ര വലുതാണ്! പെർഗമോ സഭയുടെ ഉള്ള ദൂതാണ്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. രണ്ടാമത്, എങ്കിലുള്ള വിശ്വാസം നീ നിഷേധിച്ചില്ല. ആ വിഷയം എടുക്കുന്നതിന് മുമ്പ് സാത്താന്റെ ഇരിപ്പിടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഈ ലോകത്തിൽ സാത്താൻ ഊടാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സാത്താന്റെ രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദന്മാർ പറഞ്ഞതായ ഒരു വിഷയം, അവൻ ഭൂതത്തിന്റെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും എന്നാ പറഞ്ഞത്. അവന് ഭൂതമുണ്ടെന്ന് അവർ പറഞ്ഞു. ആരാ? പരീശന്മാരും യഹൂദന്മാരൊക്കെ വന്ന് പറയാണ്, നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞ് ശരിയല്ലയോ? അതും പറഞ്ഞിട്ടൊക്കെ അത് വന്നപ്പോഴേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ മക്കളാണ്. പിശാചിന്റെ മക്കളും അവന്റെ അപ്പനെയും കൊണ്ടാണ്, അപ്പന്റെ പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അതെ, നീ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. കർത്താവ് കൊടുത്ത മറുപടി, എടാ, സാത്താനെ പുറത്താക്കുന്നെങ്കിൽ സാത്താന്റെ രാജ്യം ഛിന്നഭിന്നമായി പോകത്തില്ലേ? സാത്താനെ പുറത്താക്കുകയാണെങ്കിൽ സാത്താന്റെ രാജ്യം, അപ്പൊ സാത്താന് ഒരു രാജ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആ മണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ ദൂതനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. സാത്താന് ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ സാത്താന് പല തലവന്മാരുണ്ട്. അത് ഞാൻ പറയാം, കേരളത്തിന് ഒരു വലിയ തലവനെ പിശാചിനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉള്ള പോലെ തന്നെ സാത്താന്റെ ഇടയിലും ഈ വാഴ്ചകള്, അധികാരങ്ങള്, ഇതൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? FSL 6-ാം അധ്യായത്തില്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ അധിപതികളോട്, ലോകത്തിലെ ദുഷ്ടാത്മ സേനയോട് മാത്രമേ എന്ന് പറഞ്ഞ പോലെ സാത്താന് വാഴ്ചകളുണ്ട്, അവര് ഭരണക്രമമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് ആക്കി വെക്കുന്നു, വില്ലേജിൽ ഒരു പ്രസിഡന്റ് ആക്കി വെക്കുന്നു, അതേ കൗണ്ടിയില് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റില് ഒരു കലക്ടറെ ആക്കി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെ സാത്താന് ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ഓരോ സ്ഥലങ്ങളിൽ ആക്കി വെച്ചിരിക്കും. ഓരോ ഏരിയയിലെ
ചുമതല അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് പിശാചുക്കളാണ് ഈ ലോകത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പെർഗമോ സഭയിൽ സാത്താന്റെ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. സാത്താന് ഒരു ഇരിപ്പിടം ഉണ്ടായി. അന്ന് അനേക രക്തസാക്ഷികളായിട്ട് മരിച്ചു. ആ രക്തസാക്ഷികളായിട്ട് മരിച്ച ഒരു വ്യക്തിയായിരുന്നു അന്തിപ്പാസ്. അന്തിപ്പാസ് വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു. ചരിത്രം പറയുന്നു അവൻ ദുരുപദേശങ്ങൾക്കെതിരെ പടപറ്റിയവനാണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേരെ നിന്നവനാണ്. കർത്താവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഉൾഘോഷിച്ച് നടന്നവനാണ് ഈ അന്തിപ്പാസ്. അന്തിപ്പാസിനെ കുറിച്ച് കൂടുതൽ ചരിത്രം നമുക്ക് ബൈബിളിൽ കിട്ടിയിട്ടില്ല. എന്നാൽ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയായിട്ടുണ്ട്. അന്തിപ്പാസ് ശക്തനായ ഒരു ദൈവത്തിന്റെ ദാസനാണ്. അന്തിപ്പാസ് ആയിരുന്നു ഈ സഭയുടെ ശുശ്രൂഷകൻ. അത്രമാത്രം ശക്തനായി പ്രവർത്തിച്ച അന്തിപ്പാസിനെ ഓടുകൊണ്ടുണ്ടാക്കിയ കാളയില്ലേ, കാളയെ ഓടുകൊണ്ട് ഒരു കാളയെ ഉണ്ടാക്കി ആ കാളുടെ വയറ്റിലേക്ക് ഈ അന്തിപ്പാസനെ ഇട്ടിട്ട് ഓട് ചൂടാക്കി ഈ അന്തിപ്പാസനെ വേവിച്ചു കൊന്നു എന്നാണ് ചരിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഈ ഓടുകൊണ്ടാക്കിയ കാളയുടെ വയറ്റിട്ട് അടി തീ കൊടുത്തി പൊള്ളിച്ച് ഇഞ്ചിഞ്ചായിട്ട് അന്തിപ്പാസ് മരിക്കുകയായിരുന്നു. അങ്ങനെ അവനെ കൊന്ന കാലത്ത് പോലും പെർഗമോ സഭയെ കുറിച്ച് പറയാനുള്ള ഒരു ദൂത് എങ്കിലും അവർ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. അവർ മുറുകെ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ അതേ തെലുങ്കാനയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അവിടെ അത് VBS നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെയും ഈ ഹിന്ദുക്കൾ കടന്നു വന്ന് വലിയ ബഹളമുണ്ടാക്കി. ആ കുഞ്ഞുങ്ങളെല്ലാം വരച്ചു വെച്ച പടമെല്ലാം എടുത്ത് വലിച്ച് ദൂരെ കളഞ്ഞ് എത്രയോ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ VBS പഠിക്കാൻ വന്ന അവിടെ മുഴുവൻ അലങ്കാരമാക്കി ആ VBS അവരെ ഉഴപ്പിക്കളഞ്ഞ ആ ഭാഗം വായിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ വലിയ പ്രതീക്ഷയോടെ നല്ല മനോഹരമായ പടം വരച്ചുകൊണ്ട് ഭിത്തിയെല്ലാം തൂക്കിയിട്ട് അതെല്ലാം അവർ വലിച്ചു കയറി അലങ്കോലമാക്കി കളഞ്ഞു. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇപ്പം നടന്ന സംഭവമാണ്. പഞ്ചാബിൽ ഒരു ഗ്രാമത്തിൽ 10 പേരെ 10 കുടുംബം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ചില വർഷങ്ങൾക്ക് മുമ്പ് അവരെ സ്വീകരിച്ചതാണ്. ആ വില്ലേജിലെ അവിടുത്തെ പ്രഭുക്കന്മാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ വില്ലേജ് വിട്ട് പോകണം. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് വില്ലേജുകളുടെ പ്രവർത്തനം എനിക്കറിയാം. ഞാൻ അനേക വില്ലേജുകളിൽ ട്രാക്റ്റുമായിട്ട് നടന്നവനാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു സുവിശേഷ വേലയ്ക്ക് കടന്നു വന്ന ഒരു വ്യക്തിയല്ല. പടിപടിയായി പഠിച്ച് പ്രാക്ടിക്കലായിട്ടും ഉപദേശപരമായിട്ടും എല്ലാം പഠിച്ച ഈ നിലയിൽ വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള പ്രവർത്തനം എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ പട്ടിണി കടന്ന് കുഞ്ഞുങ്ങൾക്ക് പാല് പോലും മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതായി നോർത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പട്ടിണിയുടെ വില എനിക്കറിയാം. അത് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലായിരുന്ന സമയത്ത് അവരനുഭവിച്ചിട്ടുള്ള വേദനകൾ എനിക്കറിയാം. അതുപോലെ ഗ്രാമവിശ്വാസികളുടെ ഇടയിൽ ഞാൻ അവിടെ പോയി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഒരു വലിയ ഗ്രാമം ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ ഒരു 10-15 കുടുംബം ക്രിസ്ത്യാനികളുണ്ട്. അവിടുത്തെ ഏറ്റവും അധപ്പതിച്ച അതേ ജാതിയായിട്ടാണ് ഈ ക്രിസ്ത്യാനികളെ കണക്കാക്കുന്നത്. അവരാണ് അവിടുത്തെ കൂലിവേല ചെയ്യുന്നത്. അവരാണ് അന്ന് ഈ കക്കൂസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഓരോ വീടിന്റെ അവിടെ വന്ന് ആ മലമെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കൊട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ട് പോകുന്നവരാണ്. ഞാൻ അവരുടെ എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ വിശ്വാസം കാണും. അവർ പ്രാർത്ഥിക്കാൻ ഞങ്ങള് ആ ഗ്രാമത്തിൽ കൂടി അവരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ വിശ്വാസം ഉണ്ടോന്ന് എനിക്ക് ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. ജബക്കെ ഹോബേ ഹമ സനേസ എന്നുള്ള പാട്ടൊക്കെ പാടി ആരാധിക്കുന്ന കാണുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ഈ വില്ലേജിൽ നിന്ന് അവരെ 10 കുടുംബങ്ങൾ ഇവിടെ അവരെ മാറുമെന്ന് പറഞ്ഞു മാറിയില്ല. അവർ തന്നെ ട്രക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ വലിച്ചതിൻ്റെ അകത്ത് കയറ്റി അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഒരു കാട്ടിലേക്ക് കൊണ്ട് തള്ളിക്കളഞ്ഞു. അപ്പോൾ കളക്ടർ ഇടപെട്ട് അത് പോലീസുകാർ ഇടപെട്ട് അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ നോക്കിയപ്പോൾ അത് സമ്മതിച്ചില്ല. പിന്നെ പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടി അവരെ ആ ഗ്രാമത്തിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അത്രമാത്രം പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യയിലാണ്, അതിന്റെ മക്കളാണ് നമ്മളൊന്ന് ഓർത്തുകൊള്ളണം. നമ്മുടെ പ്രിയപ്പെട്ട എന്തുമാത്രം കഷ്ടം അനുഭവിക്കുന്നു. ഇവിടെ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും ഇവർ കാങ്കയാണ്. അന്തിപ്പാസ് ഓടുകൊണ്ടുണ്ടാക്കിയ ഈ കാളയുടെ വയറ്റിൽ കിടന്ന് വേകുന്നത്. ആ സമയത്ത് അദ്ദേഹം അവിടെ കിടന്ന് അല്ലേലിയ 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 പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങൾ എന്റെ വിശ്വാസം നിഷേധിച്ചില്ല. നീ എവിടെ പാർക്കുമെന്ന് എനിക്കറിയാം. അത് സാത്താന്റെ ഇരിപ്പിടം എന്ന് ഞാൻ അറിയുന്നു. ഒരു വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം ആദ്യം വായിക്ക്. മറ്റൊരാൾ 20-ാമത്തെ വാക്യം വായിക്കും.
ദാനിയേൽ 10:13. പാഴ്സി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് ദാനിയേൽ പ്രവചനം 10. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അത് തന്നെ കേട്ടോ. നമ്മൾ ആ വാക്യം അനുസരിച്ച് മുന്നോട്ട് പോകണം. ഞാൻ എഴുതുന്ന വാക്യങ്ങൾ അന്നല്ല, അത് തന്നെ അങ്ങനെ തന്നെയാ. ദാനിയേൽ 10:13. ഒന്നര വായിച്ച പാർസി രാജ്യത്തിന്റെ പ്രഭു പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. 20ാമത്തെ വാക്യം വായിച്ചേ ആരെങ്കിലും. അതിനെ അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. നോക്കണമേ, യവന പ്രഭു ഗ്രീസിന്റെ പ്രഭു. നോക്കണം, ഓരോ പ്രഭുക്കന്മാരെ സാത്താന്റെ ഇരിപ്പിടത്തെ കുറിച്ച് ഞാൻ പറയുകയാണെ. ഒരല്പസമയം സാത്താന്റെ ഇരിപ്പിടത്തെ കുറിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. എങ്കിലേ നമുക്ക് അതിനുള്ള ആ ഉണർവും കാര്യങ്ങളും ഒക്കെ വരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നല്ല ഞാൻ ബാക്കി അയച്ചു തന്നെ. ഓക്കെ, അപ്പം പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം. ഇത് ദാനിയേൽ പ്രവാചകൻ ഈ യെരമ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു സംഖ്യ കണ്ടുപിടിച്ചു. ഇസ്രായേൽ ജനം ഇപ്പോൾ ബാബിലോണിലാണ്. ഇപ്പോൾ പ്രവാചകനായ ദാനിയേല് ബാബിലോണിൽ വന്നിട്ട് 68 വർഷം കഴിഞ്ഞു. അവർ ഇസ്രായേലിന് അടിമകളായി പിടിച്ചുകൊണ്ട് വന്നാണ് ചന്ദ്രക്ക് മേശക്കാഭേദം. അവരിപ്പോൾ ബാബിലോണിൽ അഥവാ ഇറാഖിലായിട്ട് 68 വർഷമായി. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിനും പ്രിയനായിരുന്നു, മനുഷ്യർക്കും പ്രിയനായിരുന്നു, രാജാവിന്റെ ഏറ്റവും പ്രിയനായിരുന്നു. അപ്പോൾ ഈ ദാനിയേൽ ഗവർണറായി രാജാവ് കഴിഞ്ഞാൽ അടുത്തൊരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവന്റെ പേര് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട കാര്യങ്ങളും എല്ലാം അറിയാം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഈ 68ാമത്തെ വയസ്സിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ താൻ 2 വാക്യങ്ങളിൽ ഈ സംഖ്യ കണ്ടുപിടിച്ചു. ഇനി 70 വർഷം കഴിയുമ്പോൾ നമ്മളത് 70ാം ആഴ്ചത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ആ യെരമ്യാ പ്രവചനത്തിന്റെ വാക്യങ്ങളെല്ലാം വായിച്ചതാണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ബാബേൽ പ്രവാസം തീരും, മശിഹാ രാജ്യം സ്ഥാപിക്കുന്നുള്ള ചിന്തയിലാണ് താൻ ഇരുന്നത്. ആ സംഖ്യ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം 68 വർഷം കഴിഞ്ഞല്ലോ, ഇനി 2 വർഷം കൂടി ഉള്ളല്ലോ. താൻ പ്രാർത്ഥന ആരംഭിച്ചു. എവിടാന്നറിയാമോ? 10ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹിദ്ദേക്കൽ എന്ന് പറയുന്ന മഹാനദിത്ത് പ്രാർത്ഥിച്ചു. തൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. കർത്താവേ, അത് എപ്പോൾ സംഭവിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് താൻ ദൈവസന്നിധിയിൽ ധ്യാനിച്ചു. ഇനി 2 വർഷം കൂടെ ഉള്ളല്ലോ, അത് കഴിയുമ്പോൾ ഞങ്ങളുടെ മശിഹാ വരുമല്ലോ എന്ന് വിചാരിച്ച് താൻ ദാനിയേൽ പ്രവചനം 10ാം അധ്യായം 1 മുതൽ പ്രാർത്ഥിച്ചു. താൻ 21 ദിവസം പ്രാർത്ഥിക്കാൻ ഇരുന്നതല്ല, മറുപടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ്. അത് 21 ദിവസം വരെ നീണ്ടുപോയി. 21ാം പക്കമാണ് ദൂതുമായിട്ട് ഗബ്രിയേൽ ദൂതൻ വരുന്നത്. ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വായിക്കുന്ന ഭാഗം നമ്മൾ താഴോട്ട് കാണും. ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഈ വ്യക്തി കടന്നു വന്നപ്പോൾ അവിടെ സംഭവിച്ചത് ഒരു മഹാപരിഭ്രമം ഉണ്ടായി. അതുപോലെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പേടി ഓടിച്ചു. ദാനിയേൽ അവിടെ താഴെ വീണു. ദാനിയേലിനെ തൊട്ട് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ദാനിയേലിനോട് കടന്നു വന്ന ദൂത് വാങ്ങി പറഞ്ഞ വിഷയം എന്ന് അറിയാമോ? നീയോ ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് മറുപടിയായിട്ട് വന്നതാ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഉറങ്ങിക്കൊണ്ട് ശ്രദ്ധിക്കില്ല കേട്ടോ. ഉറങ്ങിക്കൊണ്ട് ഉറക്കം വരുന്ന ഒരു കൈപൊക്കി എന്നെ കാണിക്കണം. എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ധൈര്യം ഉണ്ടോ പൊക്കി കാണിച്ച് ഇതിന്റെ സ്വന്തം ആരുമില്ല. നാളൊരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ എത്രയോ പഴയ കാലത്ത് എത്രയോ സഹോദരിമാര് തങ്ങളുടെ പ്രസവ വേദനയിൽ പോലും ദൈവത്തെ സ്തുതിച്ച് അത് മരുന്ന് ഉപയോഗിക്കാതിരുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും കൈവക്കാൻ പറഞ്ഞു ഒരു അച്ചായം കൈപൊക്കി, അറിയാതെ പുള്ളി അങ്ങ് കൈപൊക്കിയതാ, ഒരു അകലെ കുറെ പറഞ്ഞപ്പോഴേ. അപ്പൊ നമ്മളെന്തെങ്കിലും പറയുമ്പോഴേ അച്ചായ ഉറക്കത്തിലായിരുന്നു, കൈവക്കാനേ കേട്ടുള്ളൂ, പുള്ളിയും കൈപൊക്കി എന്ന് പറഞ്ഞാൽ ഞാൻ കൈവക്കാൻ പറയുമ്പോഴേ ഉറക്കം വരുന്നൊരു കൈവക്കാൻ പറഞ്ഞപ്പോഴേ കൈപൊക്കിയ ആൾക്കാരുണ്ട്. കാരണം അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയെ നോക്കി ചിരിച്ചപ്പോഴാണ് പുള്ളി അയ്യോ എനിക്ക് അബദ്ധം പറ്റാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നിട്ട് ആപ്പിയെ
കൈപൊക്കെ അല്ലലിയ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ഉറക്കത്തില്ല. എനിക്ക് എൻ്റെ ഈ ശശിയാൻ നടത്തുന്ന ഈ പ്ലാറ്റ്ഫോമിനുള്ള പ്രത്യേകം എന്താണെന്നറിയാമോ? ഇത്ര മാത്രം പെറുക്കിയെടുക്കാതിരിക്കുന്ന പോലാണ്. വീണയുടെ അഭിഷേകത്തിൽ ഇരിപ്പുണ്ടില്ല, പെറുക്കിയെടുക്കാതിരിക്കുന്ന പോലാണ് ഇരിക്കും ദൈവത്തിന്റെ വചനം. അതിലാണ് എനിക്ക് നിങ്ങളോട് വലിയ ഇന്ന് ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഞാനിവിടുന്ന് ലീഡ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ യശയാപാസ്റ്റർക്ക് വാക്ക് കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, സാത്താന്റെ പോരാട്ടത്തെ നമ്മൾ ജയിക്കണം. ഇവിടെ ഗബ്രിയേൽ ദൂതൻ വന്ന് ദാനിയേലിനോട് പറയാണ്, നീ പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഞാൻ പുറപ്പെട്ടതാണ്. എന്നാൽ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെ തടഞ്ഞു നിർത്തി. അപ്പൊ പാർസിയിലെ ഒരു പ്രഭുവിനെ സാത്താനാക്കിയിട്ടുണ്ട്. അവന്റെ പേര് പാർസി രാജ്യത്തിന്റെ പ്രഭു. അപ്പൊ ഒരു രാജ്യത്തിന്റെ മേലെ ഒരു പ്രഭുവിനെ ആക്കിയിരിക്കുന്നു. ഇനി താഴോട്ട് നമ്മൾ അതിന്റെ 20ാമത്തെ വാക്യം വായിച്ചപ്പം, ഞാൻ പോയ ശേഷം യവനപ്രഭു വരും. അപ്പൊ ഗ്രീസിനെ ഒരു പ്രഭുവിനെ ആക്കിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഒരു വലിയ ലൂസിഫറാണ് ഇതിന്റെ എല്ലാം ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സാത്താനി ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്, വെളിപ്പാട് 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ സാത്താനും അവന്റെ പ്രവർത്തന പദ്ധതി, അതൊരു 2 മാസത്തെ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. അപ്പൊ സാത്താൻ പാർസിയിൽ ഒരു പ്രഭുവിനെ ആക്കി വെച്ചിരിക്കുന്നത്. പാർസ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പേർഷ്യ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാൻ. അതാണ് പേർഷ്യ എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കണം, ഇന്നത്തെ ഇറാന് പണ്ട് കൊടുത്തിരുന്ന പേര് പേർഷ്യ എന്നാണ്. അതുപോലെ യവനപ്രഭു ഗ്രീസ്, അത് ഗ്രീസിന്റെ അത് ചക്രവർത്തി ആയിരുന്നത് അലക്സാണ്ടർ ചക്രവർത്തി, അവിടെ ഒരു പ്രഭുവിനെ ആക്കി വെച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കുണ്ട്, കേരളത്തിനുണ്ട്. അതുപോലെ കുട്ടി പിശാചുക്കളെ പ്രഭുവാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവന് ചിലർക്ക് വലിയ ശക്തിയൊന്നും കാണത്തില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ഒരുത്തന്റെ വീട്ടിൽ ഒരു പിശാചുണ്ടായിരുന്നു, അവനെ അവിടുന്ന് ഇറക്കി വിട്ടപ്പോ അവന് ഇച്ചിരി ബലം കുറഞ്ഞവനായിരുന്നു. തന്നിലും ബലം കൂടിയ 7 പിശാചുക്കളെ കൂടെ പോകുന്നു. അപ്പം പിശാചുക്കളിൽ തന്നെ ബലം കൂടിയവരുണ്ട്, ബലം കുറഞ്ഞവരുണ്ട്. ഇതൊക്കെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു കേട്ടു. ഒരു മത്സരയ്ക്ക് ഓടിപ്പോകുന്ന വിശ്വാസികളുണ്ട് കേട്ടോ. എന്നാൽ എത്ര പഠിച്ചാലും ഓടിപ്പോകാത്ത വിശ്വാസികളുണ്ട്. അതുതന്നെ കർത്താവ് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോത്തില്ല. എന്നാലാണ് നമ്മൾ ഉപവസിക്കുന്നത്. ഞാൻ ഈ ഭൂതങ്ങളെ ഇറക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത് പോകാത്ത 8-10 ദിവസം ഭാര്യാവർ യോനാച്ചനൊക്കെ ഉപവാസം എടുത്താണ് ഭൂതങ്ങളെ ഇറക്കി വിടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു താല്പര്യം, ഇപ്പൊ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം അത് നോക്കിയത് മനെ ഡോണേ, ആരാണത് ചെയ്യുന്നത്? അത് അബുദാബി നാന്താ വന്നത്, അബുദാബിയിലെ പോണേന്നാ വന്നത്. പ്രശ്നോ ഇടയ്ക്കാരും ഇപ്പൊ പാട്ട് വെക്കല്ലോ കേട്ടോ. അപ്പൊ ഇത്രയും കണ്ടില്ല, അത്രയും സമയം ഇത് സാത്താൻ്റെ പണിയാണ്. കാരണം അവന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതിന്റെ ഇടയ്ക്ക് ഒരു പാട്ട് എവിടുന്നോ പിള്ളേരാരോ ഓൺ ചെയ്തായിരിക്കും, എവിടുന്നോ ഒരു പാട്ട് കൊണ്ടുവന്നു. അപ്പൊ നോക്കണമേ, ഇത് തടസ്സപ്പെടുത്താൻ നിൽക്കണം. ഏത് നിലയിലും അവന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അവൻ ഇപ്പൊ എന്നോട് എന്ത് ദേഷ്യമായിരിക്കും അറിയാവോ. ഇത് കഴിയുമ്പം എനിക്കിട്ട് അവൻ പണി ഒപ്പിക്കാൻ നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം, സാത്താൻ പാർസി രാജ്യത്തിന്റെ ഒരു പ്രഭു, യവന ദേശത്തിന്റെ ഒരു പ്രഭു, ഇന്ത്യക്ക് ഒരു പ്രഭു, രാജ്യത്തിന് കേരള സ്റ്റേറ്റിന് പറഞ്ഞ തന്നെ ഇങ്ങനെ ഓരോ ഒരു രാജ്യം അവനുണ്ട്. സാത്താന്റെ രാജ്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഇനി അപ്പം ഈ ദൂതനെ അയച്ചപ്പോൾ, തടഞ്ഞു നിർത്തിയപ്പോൾ, പ്രധാന ദൂതനാകുന്ന മീകായിലിനെ സഹായിക്കാൻ വന്നു. പ്രധാന ദൂതനായ മീകായിൽ വന്ന് സാത്താനെ ആട്ടിപ്പേ അയച്ചു, ദൂത് വാങ്ങി ദാനിയേലിന് വന്ന് ദൂത് കൊടുത്തു. ഇത്ര അറിഞ്ഞാൽ മതി, മനസ്സിലായി? ഇന്ന് നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥനയിൽ നമ്മൾ പോരാടുന്നു. ചിലത് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ നീ അറിയുന്നല്ലോ എന്റെ സ്തുതി, ഞാനിതാ കിടക്കുന്നു. ഇങ്ങനെയല്ല പ്രാർത്ഥിച്ച് നിർത്തേണ്ടത്. സങ്കീർത്തനം വായിച്ചിട്ട് എന്നും വായിക്കുന്ന സങ്കീർത്തനം, ഇവിടെ ഒരു അച്ചാനുണ്ട്, എന്നും ഒരു സങ്കീർത്തനം വായിക്കണം. ഈ അറ്റാണ്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രായമുള്ള അച്ചാൻ, 90 വയസ്സുണ്ട്. പുള്ളിന്റെ കർത്താവിനെ കണ്ടുമുട്ടിയ കാലം മുതൽ ഒരുപാട് ഭാഗങ്ങളൊക്കെ വായിക്കെങ്കിലും മിക്കവാറും ഒരു സങ്കീർത്തനം വായിക്കത്തുള്ളൂ. 121-ാം സങ്കീർത്തനം, നിന്റെ കാല് വഴുതുകയില്ല. അത്ര ഞാൻ മതി. അതുപോലെ നിന്റെ കാല് വഴുതുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല, ഞാൻ കിടന്നുറങ്ങുന്നു. ഇതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കണം. ഇത് ഫെബിയമ്മോൾ പോയോ? ആ കുഞ്ഞ് ബൈബിൾ വായിക്കുന്ന അത് ഡെയിലി ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം, അതിൽ ബലപ്പെടണം.
സാത്താൻ നമ്മളെ വായിക്കാൻ തക്കണം ഒട്ടും സമ്മതിക്കത്തുമില്ല. എന്നാൽ നമ്മളതിന് ജയിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയിൽ നിങ്ങൾ പോരാടണം. അതെന്താ പോരാടത്ത്? എന്താ നമ്മളെ വിളിച്ചേ? പ്രാർത്ഥനയിൽ നമ്മൾ പോരാടണം. ദൈവത്തിന്റെ സ്തോത്രം. ഇനിയും അടുത്തത്, സാത്താന്റെ സിംഹാസനം എന്നത് അവന്റെ പ്രത്യേക മണ്ഡലത്തെ കുറിക്കുന്നു. അപ്പൊ ഗബ്രിയേൽ ദൂതനെ വന്ന് സഹായിച്ചത്, ദൂതന്മാരുടെ ഇടയിലും ബലം കുറഞ്ഞ ദൂതനുണ്ട്, ബലം കൂടിയ ദൂതനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൂതന്മാരുടെ ഇടയിൽ മീഖായേലാണ് എവിടെ ചെന്നാലും നമ്മളെ പോകല് കേട്ടോ. കാരണം ആ കുഞ്ഞ് ദൈവത്തിന്റെ വചനം, അത് സാത്താന്റെ കാര്യം പറഞ്ഞ സമയത്താണ് ആ കൊച്ചിനെ അവിടെ നിർദ്ദേശിച്ചുകൊണ്ട് പോയത്. കാരണം ഇത് കേൾക്കേണ്ടതാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് വന്നാലും ആ കുഞ്ഞ് ഒന്നിന്റെ പേർക്ക് എങ്കിൽ ട്രാക്ട് കൊടുത്ത് കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് നല്ലൊരു ഭാവിയുണ്ട്. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ഈ സാത്താന്റെ കാര്യം പഠിക്കാൻ തക്കണം സമ്മതിക്കത്തില്ല. പക്ഷെ ഈ ഭാഗം എനിക്കിവിടെ പറഞ്ഞു നിർത്തിയത് പോകാൻ ഒക്കത്തുള്ളൂ. സാത്താന്റെ ഇരിപ്പിടം. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് യേശു സാത്താനെ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഈ ലോകത്തിന്റെ പ്രഭു. വായിച്ചോട്ടെ, യോഹന്നാൻ 12:31 ആദ്യം വായിച്ചേ. യോഹന്നാൻ 12:31 വായിച്ചേ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സന്ദർഭത്തിൽ സാത്താനെ കുറിച്ച് വളരെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യേശു കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സാത്താന്റെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അളർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടത് അറിയാൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അവർ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെങ്കിൽ ഞാൻ പറയുന്നത് സാത്താന്റെ കാര്യം എന്ന് പറയണ്ട, യേശുവിന്റെ കാര്യം പറഞ്ഞാൽ മതി. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സാത്താന്റെ കാര്യം വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ അറിഞ്ഞിരിക്കണം, അവൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്. കർത്താവിന്റെ അരികിൽ വന്ന് സാത്താൻ പറഞ്ഞു, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു. കാരണം സാത്താന്റെ കയ്യിലാണ് ഈ ലോകം ഇരിക്കുന്നത്. കർത്താവ് അതിനെ എതിർത്തു. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ദൈവം മനസ്സിലാക്കുക. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ആ ലോകത്തെ കൂടെ തിരിച്ചെടുക്കാനാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. ആ മുദ്രയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. 6-ാം അധ്യായം 1 മുതലുള്ള മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ് ഇത് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവിന്റെ കാൽവരി മരണം നമ്മൾക്ക് വേണ്ടി മാത്രമല്ല. ഈ ആദാം പാപം ചെയ്തുകൊണ്ട് ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലായിപ്പോയി. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിപ്പോയി. കർത്താവും പറയുന്നു സകല ലോകവും ദുഷ്ടന്റെ അധീനത. കർത്താവ് പറയാണ്, ഞാൻ പോയ ശേഷം ഈ ലോകത്തിന്റെ പ്രഭു വരൂ. അവൻ ഈ ലോകത്തിന്റെ പ്രഭു. ഇനി 14-ാം അധ്യായം 30 വായിച്ച് 14-30 യോഹന്നാൻ തന്നെ. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു വരുന്നു. കർത്താവ് പോകാൻ പോവുകയാണ്. അതിനു മുമ്പേ വാണിംഗ് കൊടുക്കുകയാണ്, ലോകത്തിന്റെ പ്രഭു വരുന്നു. ഇനി 16:11 നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഈ ലോകത്തിന്റെ പ്രഭുവിനെ വിധിച്ചിരിക്കുകയാണ്. ഈ സാത്താന് വ്യക്തമായിട്ട് അറിയാം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന്. നമ്മൾ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്വർഗവും അതിൽ വസിക്കുന്നവരും ആയുള്ളവരെ സന്തോഷിപ്പിക്കും, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോട് നിങ്ങളുടെ അരികിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ വെളിപ്പാട് 12:11 പറഞ്ഞത്. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്നു. പിശാചിന്റെ സമയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എനിക്ക് ഇനി അല്പകാലമേ ഉള്ളൂ. ഈ ഓരോ ബൈബിൾ ക്ലാസ്സും വരുമ്പോൾ എനിക്ക് സമയത്തെക്കുറിച്ച് വലിയ ബോധമാണ്. കാരണം ചിലർക്ക് സമയത്തെക്കുറിച്ച് വലിയ വിചാരമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് കയറാം, പാട്ടൊന്നും കേൾക്കണ്ട, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ. വചനം സംസാരിക്കാൻ പോകാൻ കയറാം, അത് അവസാനിക്കുമ്പോൾ ഇറങ്ങിപ്പോകും. നമ്മുടെ ആൾക്കാർ ഒരു പ്രത്യേകത. ഇതൊക്കെ സാത്താൻ ചെയ്യുന്ന പരിപാടിയാണ്. ഇടയ്ക്ക് നമ്മളെ ഇറക്കി വിടുക, കയറ്റുക. ഇവിടെ ഇനി എഫെസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? എഫെസ്യ 2:2 അല്ലല്ല, അങ്ങനല്ല. ഈ ലോകത്തിന്റെ പ്രഭു. അടുത്ത വാക്യം വായിക്കേണ്ടത് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നോക്കണമേ, അപ്പോസ്തലനായ പൗലോസ് പൗലോസ് പറയുന്ന ആ 2 കൊരിന്ത്യർ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് ഇവിടെ വായിക്കുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം
അവനെ ഈ ലോകത്തിന് ദൈവം എന്നും പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലോകത്തില് പിശാചിനെ ദൈവമാക്കിയിരിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ഈ ലോകത്തിന് ദൈവം പിശാചിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന പിശാചുക്കളുടെ സഭയുണ്ട്. സ്മൃണ സഭയോട് പറഞ്ഞപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താന്റെ പള്ളി, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അത് സാത്താന്റെ പള്ളി. സ്മൃണ മുകളിലത്തെ വാക്യം മാറ്റി നമുക്കറിയാം. സ്മൃണ സഭയോട് പറഞ്ഞത് സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം പറയുന്നു. അപ്പൊ അവിടെ സാത്താന്റെ പള്ളി ഉണ്ടായിരുന്നു. ഇവിടെ പെർഗമോസിന്റെ കാലഘട്ടമായപ്പോൾ സാത്താന്റെ സിംഹാസനം കൊണ്ട് പെർഗമോസ് വെച്ചിരിക്കുക. അവന്റെ സിംഹാസനം അവൻ പ്രവർത്തനം ആരംഭിച്ചു. മണ്ഡലങ്ങളിൽ കൂടി പ്രവർത്തിക്കുക, വില്ലേജിൽ കൂടെ പ്രവർത്തിക്കുക. അവന്റെ കീഴിൽ 100 കണക്കിന് കുട്ടി പിശാചുക്കളുണ്ട്. അവരാണ് ഈ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഉറക്കം തരുന്നത്. ഈ ഇടയ്ക്ക് കണ്ടില്ലേ, നമ്മൾ ദൈവത്തിന് കേൾക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ എനിക്ക് എത്ര കോള വന്നോണ്ടിരിക്കാനും ഇപ്പൊ ഞാൻ വരാതെ പിന്നെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു, കാരണം ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം സാത്താന്റെ പരിപാടിയാണ്. ഇടയ്ക്കൊന്ന് അത് നോക്കിയിട്ട് വല്ലതും മെസ്സേജ് വന്നു, അതായത് ക്ലാസ് കഴിഞ്ഞ് നോക്കരുത്, അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ആരോ വിളിക്കുക, അച്ചായം വിളിക്കുന്നു, അയ്യോ അച്ചാനും കുറെ കഴിഞ്ഞ് വിളിച്ചു തന്നെ അവിടെ വെച്ചേക്കണം. ദൈവജനം പഠിക്കുമ്പോഴും ബൈബിൾ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അച്ചാച്ചൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടെ. എന്റെ ഭാര്യ പ്രാർത്ഥന ഇരിക്കാന്ന് അച്ചാച്ചൻ മനസ്സിലാക്കട്ടെ. എന്റെ ഭാര്യ ദൈവജനം ധ്യാനിക്കാന്ന് അച്ചാച്ചൻ മനസ്സിലാക്കട്ടെ. അങ്ങനെ അച്ചാച്ചനും പിന്നെ ഭയത്തോടെ ദൈവസന്നിധിയിരിക്കും. ഈ ലോകത്തിൽ ദൈവം അവിശ്വാസികളുടെ കണ്ണെന്താക്കിയിരിക്കുന്നു? മനസ്സ് കൂട്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി 1 യോഹന്നാൻ 4:3 4 വാക്യം വെച്ച് 1 യോഹന്നാൻ 4:3-4 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ആരാ വായിച്ചത്? ബിന്ദു. യേശുവിനെ അങ്ങനെ വായിച്ച മോളെ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട് എന്ന് അത് അപ്പോസ്തലനായ യോഹന്നാൻ ശക്തിയായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നു. ഇനി ഇവൻ എവിടുത്തെ അധികാരിയാണെന്നുള്ളതും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 2:2 വായിച്ച്. എഫേസ്യർ 2:2 അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിൽ നിന്ന് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. സാത്താൻ ആകാശത്തിന്റെ അധിപതിയാണ്. സാത്താൻ ആകാശത്തിന്റെ അധിപതിയാണ്. ഈ പെർഗമോസ് സഭയുടെ ഈ ദൂതൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പുസ്തകം നമുക്ക് തന്നത്. അല്ലാതെ ഇത് അവിടെ വായിച്ചങ്ങ് വിടാനല്ല. സാത്താൻ ആകാശത്തിന്റെ അധിപതിയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കുന്നില്ലേ എഫേസ്യർ ലേഖനം 6-12 വാക്യം വായിച്ചേ. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്നുള്ളത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹൈ പ്ലേസസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളത് നോട്ട് ചെയ്തു കേട്ടോ. ഹൈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാത്മ സേന. ആകാശത്തിന്റെ അധിപതിയാണ്. സാത്താൻ വാഴ്ചകളുണ്ട്, അതൊക്കെ പിന്നെ പഠിപ്പിക്കാം. അധികാരങ്ങളുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പദം നോക്കിയിട്ട് അതിന്റെ ഇംഗ്ലീഷ് പദം നോക്കുമ്പോൾ ഇന്നത്തെ ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ. ഒരു ഗവൺമെന്റ് അവനുണ്ട് സാത്താൻ. അവൻ ഈ ലോകം ഒട്ടൊക്കെ അദ്ദേഹം തന്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്നുള്ളതിന്റെ ഒക്കെ ഇംഗ്ലീഷ് പദങ്ങൾ ഇന്നത്തെ പൊളിറ്റിക്കൽ ലെവലിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ അധിപതികളോട് മാത്രമേ 4 മണ്ഡലങ്ങളാണ് സാത്താനുള്ളത്. വാഴ്ചകള്, അധികാരങ്ങളുടെ, പിന്നെ അതുപോലെ തന്നെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന, ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാത്മ സേന. സാത്താൻ തന്റെ സിംഹാസനം ആകാശത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആകാശത്തിന്റെ അധിപതി എന്ന് നമ്മൾ വായിക്കുന്നത്. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സാത്താനെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയിരിക്കണം. അവന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം. തന്ത്രങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ അവനെ ജയിക്കാൻ തക്ക സാധിക്കത്തുള്ളൂ. പൗലോസ് പറഞ്ഞു, സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിവില്ലാത്തവരല്ലോ എന്ന് കർത്താവ് പറയുന്നു. സാത്താൻ ഈ ദിവസങ്ങളിലായി ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പെർഗമോസ് സഭയിൽ നോക്കണമേ, സാത്താൻ തന്റെ സിംഹാസനം കൊണ്ട് സ്ഥാപിച്ചു. അവിടെ വിശ്വാസത്തിലേക്ക് വന്നവരെ
പുറകോട്ട് മാറ്റാൻ തക്കവണ്ണം സാത്താൻ തന്റെ സിംഹാസനം പെർഗമോസിൽ സ്ഥാപിച്ചിരിക്കുന്നു. പെർഗമോസ് വിഗ്രഹാരാധനയുടെയും ദുർനടപ്പിന്റെയും അശുദ്ധിയുടെയും ഒരു മുഖ്യ കേന്ദ്രമായിരുന്നു. അവിടുത്തെ ചക്രത്തിന് മുമ്പിൽ വണങ്ങണം എന്നുള്ള നിർബന്ധം അവരവിടെ കൊണ്ടുവന്നു. നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവജനം ഏത് സാഹചര്യത്തിലാണ്, ഏത് വില്ലേജിലാണ് താമസിക്കുന്നത്, ഏത് കൗണ്ടിയിലാണ് താമസിക്കുന്നത്, എവിടെ പാർത്താലും ദൈവം നമ്മളെ അറിയുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലേ, നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ നോക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലല്ലാത്തവരായി നമ്മൾ ഇരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ താമസിക്കുന്നെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഇന്ത്യയുടെ ഒരു പൗരത്വമുണ്ട്. ഈ രാജ്യത്തിന്റെ ഒക്കെ പൗരന്മാരാണെങ്കിലും നമ്മുടെ ശരിയായിട്ടുള്ള പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഇനിയും ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കരുത്. ഈ ലോകത്തിന്റെ അധികാരിയെ നമ്മൾ അനുസരിച്ചടക്കരുത്. ഒരു വേർപാട് നമുക്കുണ്ടായിരിക്കണം. റോമാലേഖനം 12:2 വായിച്ചേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. ചിലർ പറയും ചേര തിന്നാട്ട് ചെന്ന ചേര നടുത്തുകൊണ്ട് തിന്നണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളായിരിക്കരുത്. മേശക്ക് ദാനിയേല് അവരൊക്കെ രാജാവിന്റെ കള്ള് വീഞ്ഞു കുടിക്കാൻ തൊക്കണം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തോടുകയില്ല, ഇത് അശുദ്ധമാണ്, ഞങ്ങൾക്ക് ചാകപദാർത്ഥം മതി. നമ്മളേത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ തടസ്സം നിൽക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ തക്കണം പോകരുത്. ഞാൻ ഭോപ്പാലിൽ സൂക്ഷിക്കുന്ന സമയത്ത് നല്ലൊരു ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് ഇന്ന് സുവിശേഷമല്ല അന്ന് എനിക്ക് തോന്നുന്നു. ഇരുന്നാൽ ഭയങ്കര അന്വേഷിയാണ്. പുള്ളിയുടെ ജ്യേഷ്ഠൻ കാശ്മീരിലുണ്ട്. കാശ്മീരിൽ ചെന്നപ്പോഴേ അവിടെ നല്ല മിലിറ്ററി നല്ല വീഞ്ഞ് കിട്ടുന്നു. അത് ചേട്ടൻ കൊണ്ടുവന്ന് വീഞ്ഞെല്ലാം കൊണ്ട് എടുത്ത് വെക്കുമ്പോൾ ഗ്ലാസിൻ്റെ അകത്ത് പുള്ളി എടുത്ത് ഒരു ഗ്ലാസ് കുടിച്ചു. എന്നിട്ട് അവിടെ എല്ലാം പോയിട്ട് തിരിച്ചു വന്ന് ഭോപ്പാലി വന്നപ്പോഴേ അവിടെ കൃപാവരമുള്ള ചില പ്രിയപ്പെടുണ്ടായിരുന്നു. ഇന്ന് കൃപാവരത്തിന് വലിയ സ്ഥാനം ആൾക്കാർ കൊടുക്കത്തില്ല. അവിടെ കൃപാവരമുള്ള ഒരു കൊച്ചു പെണ്ണ് 7 വയസ്സോ 8 വയസ്സോ, ആ കൊച്ചൊരു പ്രവചനം, മകനേ നിന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് കള്ളിരിക്കുന്ന ഞാൻ കാണുന്നു. ഒയ്യോ വർഗീസ് ബോധം കെട്ട് താഴെ പോയിക്കോട്ടും. ഒരു പേര് പറഞ്ഞു വേണ്ടു ജാത്തകാരൻ ഉണ്ടെങ്കിൽ ഞാൻ പുള്ളി തകർന്ന് അത് അന്വേഷണം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരും അറിയില്ല. തകർന്നടിച്ച ആളുമാണ്. ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞു. ഒരു പിഞ്ചു കൊച്ചു പറഞ്ഞോണ്ടാ പുള്ളി പറഞ്ഞത്. അല്ലെ ഒരുത്തരുടെ മുമ്പിൽ ഒതുങ്ങി കൊടുക്കാത്ത ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ പൈതലെ അശുദ്ധമായതൊന്നും നമ്മൾ തുടരുത്. ദൈവത്തിന് സ്വന്തം അതിന് ചില വാക്യങ്ങൾ വിളിക്കുന്നത് നിന്റെ കൂടെയുള്ള അധികരണ നിമിത്തം അല്പം വീഞ്ഞു കുടിച്ചോളാം തീമോഥെയോസ് പറഞ്ഞു. എടാ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വീഞ്ഞല്ലത്, മുന്തിരിച്ചാറ. അത് ചാലം കുടിച്ചോളാനാ പറഞ്ഞത്. ഞാൻ മുന്തിരിങ്ങ അല്ല ആപ്പിളൊക്കെ ഇട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ അശുദ്ധമാക്കുന്ന ഒന്നും നമ്മൾ കയറി തൊടാൻ പാടില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകം യാക്കോബിന്റെ ലേഖനം ഉണ്ടല്ലോ, എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? യാക്കോബ് ആരാ? യാക്കോബ് യേശുവിന്റെ സഹോദരനാ. ആദ്യമൊന്നും ഈ യാക്കോബ് യേശുവിനെ വിശ്വസിച്ചില്ല, മാറി നടക്കുകയായിരുന്നു. അവന്റെ അമ്മയും അപ്പന്മാരും പിന്നെ അവന്റെ സഹോദരിമാരും ഒന്നും അവന് വിശ്വസിച്ചില്ലെന്നാ വായിക്കുന്നത്. എന്നാൽ യാക്കോബ് പിൽക്കാലത്ത് യേശുവിനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതും യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചതും ഇതെല്ലാം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹമായി ഏറ്റവും വലിയ ഒരു കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരായുധമായി മാറുവാൻ തക്കൂടിയായി തീർന്നു. തന്റെ വാളുകൊണ്ടാണ് ഹേർദാവ് കൊന്നുകളഞ്ഞത്. യേശുവിന്റെ ഒരു സഹോദരനാണ് അദ്ദേഹം. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്ന ഒരു ലേഖനമാണിത്. ദൈവത്തിന് സ്തോത്രം. ആ ലേഖനം എത്ര മനോഹരമായിരിക്കുന്നു, എത്ര മനോഹരമായിരിക്കുന്നു. ലോകം സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തെ നമ്മൾ ജയിക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ 17 വരെ വായിച്ചാട്ടെ. ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം
കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച സാത്താന്റെ ആയുധങ്ങൾ പറഞ്ഞതാണ്. ലോകത്തുള്ളത് നിങ്ങൾ സ്നേഹിക്കരുത്. സാത്താന്റെ ആയുധമാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ പരീക്ഷയോടുകൂടി ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇനി കർത്താവ് തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള വാക്യം വായിച്ചു. യോഹന്നാൻ 17-14 മുതൽ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഈ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം കേട്ടോ ലിജി, ഞാന് പല പ്രാവശ്യം വായിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. ഫെബ്യാമോൾ ഇന്ന് അതൊന്ന് വായിക്കണം കേട്ടോ. ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ആ കുഞ്ഞെല്ലാ ഭാഗം വായിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക. യോഹന്നാൻ 17-ാം അധ്യായം ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്ന് വായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. 7 കൂട്ടം കാര്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ കുറിച്ചുള്ള ഇത് എവിടെ വെച്ച് പ്രാർത്ഥിച്ചാന്നറിയാമോ? മർക്കോസിന്റെ മാളി വെച്ച് പ്രാർത്ഥിച്ചതാണ്. അവിടെ വെച്ചാണ് അന്ത്യ തിരുവത്താഴം നടത്തുന്നത്. പെസഹായ്ക്ക് കൂടി വന്നാണ്. അവിടെ വെച്ച് തിരുവത്താഴം സ്ഥാപിച്ചു. പാദം കഴുകൽ ശുശ്രൂഷ ആരംഭിച്ചു. അവിടെ വെച്ച് താൻ 16-ാം അധ്യായം വരെ അവർക്ക് ഗുണദോഷം കൊടുത്തിട്ട് അവിടെ വായിക്കുന്നു, ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അത് മഹാപുരോഹിത പ്രാർത്ഥന, യേശുവിന്റെ നീണ്ട ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞാൻ പലപ്പോഴും വായിച്ചു, വാ വിട്ട് കരഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 പ്രാർത്ഥന തന്നെ കുറിച്ചുള്ളതാണ്. ബാക്കി 5 കൂട്ടം കാര്യം നമ്മളെ കുറിച്ചാണ്. നമ്മളൊക്കെ ആണെങ്കിൽ 5 കൂട്ടം കാര്യം നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടാണ് കർത്താവിന് സ്തോത്രം പറയുന്നത്. ആദ്യമേ തന്നെ കുറിച്ച് പറഞ്ഞ കാര്യം, കർത്താവേ ഞാൻ ഇതാ നിന്റെ അരികിലേക്ക് വരുന്നു. നീ പറഞ്ഞല്ല ഞാൻ നിവർത്തിച്ചു, ഞാൻ നിന്റെ അരികിലേക്ക് വരുന്നു. അതെ, ചിലരൊക്കെ ചുമ്മാ ഇരുന്നിട്ട് പറയും, ഇനി എനിക്കങ്ങ് മരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. വല്ലതും ചെയ്തിട്ടാണ് കുറെ പൂട്ട് വിഴുങ്ങി, അല്ലാതെ എന്തുവാ, അല്ല കടല വിഴുങ്ങി. അതെ, ഇനി എനിക്ക് ലോകത്ത് ഇരിക്കണമെന്നില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ? എന്തോ ചെയ്തിട്ടാ? ചെയ്യാൻ കർത്താവ് ഏൽപ്പിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു സഹോദരിയോട് 2 വാക്ക് ദൈവവചനം പറഞ്ഞിട്ടുണ്ടോ? ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യണം. എന്നിട്ട് വേണം പറയാം, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കണമെന്നില്ല, പോകാൻ ആഗ്രഹിക്കുന്നെന്ന്. എല്ലാം ചെയ്തിട്ടേ പോളൂ കേട്ടോ, എന്തെങ്കിലും ചെയ്തിട്ടേ പോളൂ. കർത്താവ് എല്ലാം ചെയ്ത് സകലം നിവൃത്തിയായി. ഇനി ഞാൻ നിന്റെ അരികിലേക്ക് വരികയാണ്. തന്നെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് 5 കൂട്ടം കാര്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. നമ്മെക്കുറിച്ച് പ്രാർത്ഥിക്കുക. ഈ 5 കൂട്ടം വിഷയങ്ങൾ താൻ കർത്താവ് പിതാവ് പറയാണ്, ഇവർ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാക്കണമേ. അപ്പൊ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വിചാരം എത്ര വലുതായിരുന്നു. ദുഷ്ടന്റെ കയ്യിൽ രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കണമെന്ന് കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുന്നു. താൻ മഹാപുരോഹിത പ്രാർത്ഥനയാണ് പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്നത്. ദുഷ്ടൻ നമ്മളെ കൈക്കലാക്കാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ തലമുറയെ ദുഷ്ടൻ പിടിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം ഒപ്പിക്കുന്ന പണികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ വായിക്കുന്നത്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു കേട്ടോ, എന്റെ നാമം കേട്ടോ. ഇങ്ങനെ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും എങ്ങളുള്ള വിശ്വാസം നിഷേധിക്കാത്ത ഒരു കൂട്ടം ദൈവമക്കൾ പെർഗമോസ് ഉണ്ടായിരുന്നു. അവരുടെ പ്രശംസ പറയുകയാണ്. പ്രതികൂലത്തിന് നടുവിൽ അവർ കർത്താവിന്റെ നാമം മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സമയം തീരാറായി. കർത്താവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മത്തായി 18-20 വായിച്ചേ. 1-2 വാക്യം തീർത്ത് പെട്ടെന്ന് വായിച്ചുകൂടാ. മത്തായി 18-20. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഭാഷങ്ങൾ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥനയിലെ ആദ്യത്തെ 2 കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് 5 കൂട്ടം കാര്യങ്ങള് നമ്മളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ അത് ഒന്നേ പറഞ്ഞു, അതൊന്ന് ജസ്റ്റ് ഓടിച്ചു വിട്ടൊന്ന് പറയൂ. ആ 2 കൂട്ടം കർത്താവിനെ കുറിച്ച് പറഞ്ഞു, 2 5 നമ്മളെ കുറിച്ച് പറഞ്ഞു. അത് ആദ്യത്തെ 1 2 3 വാക്യങ്ങൾ വായിക്കണം. മൊത്തം വായിക്കാം. 2 വാക്യത്തില് ഇതാ ഞാൻ നിന്റെ അരികിലേക്ക് വരുന്നു. രണ്ടാമത് ആദിയിലുള്ള മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യമാണ്. അത് വേറെ ദിവസം എടുക്കാം. അതിൻ്റെ ക്ലാസിന്റെ ആ 7 കൂട്ടം കാര്യം ഞാൻ ഒന്നിച്ച് പറയാം. അത് വലിയൊരു വിഷയമാണ്, എൻ്റെ ഒരു പ്രസംഗ വിഷയമാണ്. അതിപ്പോ എടുക്കാൻ പോയി നമ്മുടെ ഇത് തീരത്തില്ല.
ഞാൻ പറയാം, ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. ഓക്കെ, യേശുവിന്റെ നാമത്തെക്കുറിച്ച് മത്തായി 18:20 ഇവിടെ വായിക്കും. 2-3 പേർ എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശക്തിയുള്ള നാമമാണ് എൻ്റെ നാമം കേട്ടോ. ചില വാക്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വായിച്ചു വിട്ട് യോഹന്നാന്റെ സുവിശേഷം 14:13-14 വാക്യം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നോക്കണമേ, എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. നാമത്തിന്റെ പ്രത്യേകത പറയുന്നത്, ആ നാമത്തിന്റെ പ്രത്യേകതയില് എനിക്ക് നമ്മുടെ ആകർഷൺ പാസ്റ്റർ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അതിലെ 1-ാമത്തെ വാക്യം പുത്രനെ മഹത്വപ്പെടുത്തണമേ, അതാണ് അപേക്ഷ. പുത്രനെ മഹത്വപ്പെടുത്തണമേ. രണ്ടാമത്, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഒന്നാമത് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതെപ്പോഴാണ് നിറവേറുന്ന അറിയാമോ? യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തി. മരിക്കുന്ന മുമ്പത്തെ പ്രാർത്ഥനയാണ്. ആ പുത്രനെ മഹത്വപ്പെടുത്തിയത് അതേ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയരയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പുത്രന്റെ നാമം അവിടെ മഹത്വപ്പെടുവാനിടയായി. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 4-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അടുത്തത് 2-ാമത്തെ വിഷയം, ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ കേട്ടോ. അപ്പോ ലോകം ഉണ്ടാകും മുമ്പേ പുത്രനുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞ സ്വർഗാരോഹണത്തെ കുറിച്ചാണ് കേട്ടോ. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു പോകുമ്പം നമ്മൾ വായിക്കുന്നില്ലേ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാത്തിനും മീതെ അവനെ മഹത്വപ്പെടുത്തി. അതാണ് രണ്ടാമത് നടന്നത്. ഈ 2 പ്രാർത്ഥനയാണ് കർത്താവ് തന്നെ കുറിച്ച് പ്രാർത്ഥിച്ചത്. ഒന്ന്, പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ഉയർത്തെഴുന്നേൽപ്പം പുത്രനെ മഹത്വപ്പെടുത്തി. പിന്നെ ലോകം അത് നിന്റെ അടുക്കൽ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ മഹത്വത്തിൽ മഹത്വപ്പെടുത്തണമേ. സ്വർഗാരോഹണം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാം മേലായ നാമം നൽകി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുത്തിയ വിഷയമാണ്. ഇനി 3-ാമത്തെ പ്രാർത്ഥന, അതിന്റെ 11-ാമത്തെ വാക്യം കുറിച്ചെടുത്തു. 11-ാമത്തെ വാക്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അതിന്റെ അവസാനത്തെ വാക്യം കേട്ടോ, നമ്മളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച 1-ാമത്തെ പ്രാർത്ഥന. 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമേ. കാത്തുകൊള്ളുക മാത്രമല്ല, നമ്മെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാവണ്ണം കാത്തുകൊള്ളണമേ. കർത്താവിന്റെ 4-ാമത്തെ പ്രാർത്ഥനയായിരുന്നു. ആ ഭാഗം നിങ്ങൾ 17-ാം അധ്യായം വായിച്ചു നോക്കണേ കേട്ടോ. ഈ പോയിന്റ് എഴുതിട്ട് 5-ാമത്തെ വിഷയമാണ്, അവരെ വിശുദ്ധീകരിക്കണമേ. നമ്മളെ വിശുദ്ധീകരിക്കണമേ എന്നാണ് 5-ാമത്തെ പ്രാർത്ഥന. പിന്നെ 6-ാമത്തെ പ്രാർത്ഥന അതിന്റെ 23-ാമത്തെ വാക്യമാണ്. അതിന്റെ ഏറ്റവും അവസാനം വായിക്കുമ്പോൾ, അവർ ഐക്യത്തിൽ തികഞ്ഞവരാകണം. നമ്മൾ ഐക്യപ്പെടാൻ വലിയ വിഷമം കേട്ടോ. രണ്ടുപേരെ ഒന്ന് ഐക്യപ്പെടുത്താൻ എന്തൊരു വിഷയമാണെന്ന് അറിയോ? ഭാര്യയും ഭർത്താവിന് ഒന്ന് ഐക്യപ്പെടുത്താൻ ഞാൻ എന്ത് കഷ്ടപ്പെടുന്നത് അറിയാമോ? മേശവിരി അത് ട്രയാങ്കിൾ ഉള്ളത് വേണം എന്ന് പറയുമ്പോൾ അത് സ്ക്വയറിൽ വേണം. ഇതിനെ പറ്റി വഴക്കുണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. സ്ക്വയറിലുള്ളത് മേശവിരി വേണം. പുള്ളിക്ക് മറ്റേ ഭർത്താവ് പറഞ്ഞ ട്രയാങ്കിളിലുള്ളത് വേണം. ഭയങ്കര ബഹളം. അത് പിന്നെ ഞാൻ രണ്ടും മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. ഇനി അടുത്തത് അതിന്റെ 26-ാമത്തെ വാക്യം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണം. കർത്താവിന്റെ ആഗ്രഹം. അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കണം കേട്ടോ വർഷേ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണം. ഇങ്ങനെ എത്രയായിപ്പം? 7 കൂട്ടം കാര്യമായി അല്ലേ? 1, പുത്രനെ മഹത്വപ്പെടുത്തണമേ. 2, ആദ്യമുള്ള മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിക്കണമേ. 3, നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. 4, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാൻ കാത്തുകൊള്ളണമേ. 5, വിശുദ്ധീകരിക്കണമേ. 6, ഐക്യത്തിൽ തികഞ്ഞവരാകണമേ. 7, ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് ഇരിക്കുന്നു. അങ്ങനെ ആരും ആഗ്രഹിക്കൂ? ഞാൻ ഇരിക്കുന്ന ഇടത്ത്. അയ്യോ, നമ്മുടെ കസേര കയറി വേറെ ആൾ ഇരുത്തി കഴിഞ്ഞാലേ നമ്മൾ എഴുന്നേൽപ്പിച്ചു വിടുന്ന ആൾക്കാരില്ല. അങ്ങനെ എഴുന്നേൽപ്പിച്ചു വിടുന്ന ആൾക്കാരുണ്ട്. ആന്ധ്രയിൽ അങ്ങനെ സംഭവിച്ചതാണ്. ഒരു വലിയ വിവാഹം നടന്നപ്പോഴേ, ആ വിവാഹം നടന്നപ്പം ഒരു വലിയ നടന്ന സംഭവം കേട്ടോ. ആന്ധ്രാക്കാർ നടത്തിയ വിവാഹം ഭയങ്കര ഒരു സ്ഥാനവാൻ.
പുള്ളി കർത്താവിനെ കണ്ടുമുട്ടിയ വ്യക്തിയാണ്. അപ്പൊ തന്റെ പദവിയിലുള്ള ആൾക്കാരെ എല്ലാം വിളിച്ച് ഈ കല്യാണത്തിന് കൊണ്ടുവന്നു. അങ്ങനെ വന്ന സമയത്ത് വേഷമൊക്കെ മുഷിഞ്ഞ ഒരു വ്യക്തി ഈ കല്യാണശാലയിലേക്ക് വന്നു. അദ്ദേഹത്തെയും ക്ഷണിച്ചതാണ്. പക്ഷെ അദ്ദേഹം അദ്ദേഹം ക്ഷണിക്കാതൊരു വ്യക്തി വന്നു. അദ്ദേഹം കയറിയുണ്ടല്ലോ, ഈ അവിടുത്തെ ഏറ്റവും അതിഥിയായി ക്ഷണിച്ച ആൾ ഇരിക്കേണ്ട കസേര പോയി ആന്ധ്രായി. ഇവിടെ വന്ന ഒരാൾ പ്രസംഗിച്ചും പറഞ്ഞ ഞാൻ കണ്ടൊന്നുമല്ല, അവിടുത്തെ ഒരു പാസ്റ്റർ പ്രസംഗിച്ചതാണ്. അവിടെ ഏറ്റവും വലിയ അതിഥിയെ ക്ഷണിച്ച ഒരു കസേരയുണ്ട്, അതേ പോയി ഈ വേഷം അതേ മുഷിഞ്ഞ വേഷം ധരിച്ച ഈ വ്യക്തി പോയിരുന്നു. അന്നേ ആ കല്യാണശാലയുടെ ഉടമസ്ഥൻ ഉണ്ടല്ലോ, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഞാൻ അത് ഇവിടുത്തെ ആ മന്ത്രിയെ വിളിച്ചാണ് ഒരുക്കിയിരിക്കുന്ന ഒരു കസേരയാണ്, അതുകൊണ്ട് അവിടെ നിന്ന് മാറിയിരിക്കണം, നിങ്ങൾക്ക് വേറെ സീറ്റ് ഇവിടെ ഉണ്ട്, പോരുന്നു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, എന്നെ ഇവിടുന്ന് മാറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല, ഇറങ്ങിപ്പോകുന്നു. അയ്യോ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഉടനെ നിർബന്ധിച്ചു, കാരണം മറ്റേ പുള്ളി ഒരു നിർത്തണമല്ലോ. ഇദ്ദേഹത്തെ അവിടുന്ന് എഴുന്നേപ്പിച്ച് വേറെ ഒരു കസേര കൊടുത്തു. ഇദ്ദേഹം അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇദ്ദേഹം ഇറങ്ങിപ്പോയി കഴിഞ്ഞ ഉടനെ ഈ ഉടമസ്ഥനുണ്ടല്ലോ ബോധം കെട്ട നിലത്ത് വീണു. പുള്ളിക്കാരന് മരിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദർശനത്തിൽ കണ്ടു ആ വന്ന വ്യക്തി യേശുവായിരുന്നു, യേശുവിനെ ഞാൻ ഇറക്കി വിട്ടു, അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം വിളിക്കണം എന്ന് പറഞ്ഞ് അതേ ആൾക്കാർ വിട്ടുവിടുതേ അദ്ദേഹം പോയി കളഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സ്ഥാനങ്ങളല്ല അതിഥികളായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ യേശുവായിരിക്കും, ദൂതനായിരിക്കും. അതുകൊണ്ട് ഈ കാര്യം ഞാനിങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാക്കണം എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു കേട്ടോ. ഞാനിവിടെ അവസാനിക്കാൻ പോകും, നമ്മുടെ സമയമായി കേട്ടോ. തന്റെ നാമനിമിത്തം ലോകം ഇനിയും യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 14 വാക്യം വായിച്ചു. പിന്നെ ഇനി 15:16 വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ. അപ്പൊ അവന്റെ നാമം എന്ന് പറഞ്ഞാൽ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും കിട്ടും. അപ്പൊ നമ്മൾ അപേക്ഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കണം. 16-ാം അധ്യായം 23-24. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നോക്കണമേ, എന്റെ നാമത്തിൽ അപേക്ഷിപ്പി. അപ്പൊ ഞാനീ പറഞ്ഞ നാമത്തിന്റെ പ്രത്യേകത കേട്ടോ. ഈ അപ്പോസ്തലന്മാരൊക്കെ അവരെ യേശുവിന്റെ നാമക്കാരെന്ന് വിളിക്കാൻ കാരണം എന്താ? ഈ അപ്പോസ്തലപ്പെടുത്തി 4 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. 3000 പേര് സ്നാനപ്പെട്ടു, ഇങ്ങനെ ഒരുപാട് പേര് സ്നാനപ്പെട്ടില്ലേ? അപ്പോസ്തലപ്പെടുത്തി കേട്ടോ ഫെബിയാമളെ, 4 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയത്. അഭിഷേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ചില സ്ഥലത്ത് ഒരു നാമം പറയാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അഭിഷേകം ശ്രദ്ധിക്കുന്നുണ്ടോ? ചില സ്ഥലത്ത് ഫിലിപ്പോസിനെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫിലിപ്പോസിനെ വിശ്വസിച്ചാൽ മതില്ലോ എന്ന് ഒരു ഉപദേശം സ്ഥാപിച്ചാലോ? ചിലർക്ക് പറയും ഒരു നാമം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ സംഭവം നടന്നു. ഒരു വട്ടക്കടലിപ്പുഴ അപ്പൂപ്പനെ അദ്ദേഹം ചെയ്യപ്പെട്ടു. അപ്പൊ ഒരുത്തർ സ്ഥാനപ്പെടുത്താൻ കൊള്ളുകയാണെന്ന് പറഞ്ഞ പുള്ളി തന്നെ തോട്ടിൽ പോയി ഇറങ്ങിയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിൽ സ്ഥാനപ്പെടുന്നു പറഞ്ഞ് പുള്ളി അങ്ങ് സ്ഥാനപ്പെട്ട് കയറി വന്നു. പുള്ളിയെ സ്ഥാനപ്പെടുത്താൻ ആരും കൊള്ളാത്തവരില്ലെന്ന് പറഞ്ഞു. അപ്പം പുള്ളി തന്നെ സ്ഥാനപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവം. അപ്പച്ചൻ തോമ എന്ന് പറഞ്ഞൊരു വ്യക്തിയൊക്കെ നിങ്ങളുടെ പുതുപ്പള്ളിക്കാരൻ, പുതുപ്പള്ളി റൗഡികളുടെ ഒക്കെ ഒരു കേന്ദ്രമാണ്. അപ്പച്ചൻ തോമ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പാസ്റ്ററോട് എന്ന് പറഞ്ഞ് എനിക്ക് സ്ഥാനപ്പെടുത്താൻ തക്കണം കൊണ്ടുപോയി. ആ പാസ്റ്റർക്ക് വലിയ സന്തോഷമായി. അവിടെ പുതുപ്പള്ളി നദിയിൽ സ്ഥാനപ്പെടുത്താൻ അങ്ങോട്ട് ഇറക്കി പുള്ളിയെ മുക്കി. പുള്ളി കണ്ടില്ല. പുള്ളി നീർക്കാങ്കൂഴി ഇട്ട് അങ്ങ് അക്കരെ കയറി. പുള്ളി അപഹസിക്കാൻ വേണ്ടിയായിരുന്നു. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. എന്റെ കാലത്ത് നടന്ന സംഭവങ്ങളാണ്. ആദ്യകാലത്ത് അപഹസിക്കാൻ വേണ്ടി. അപ്പച്ചൻ തോമ വലിയൊരു കള്ളുകൂടിയാണ്. പുള്ളി മുക്കി അങ്ങോട്ട് വിശ്വസിക്കുന്നു പറഞ്ഞു. ഒറ്റ മുക്കി പുള്ളിയെ പിന്നെ കാണുന്നു. നീർക്കാവിട്ട് അക്കരെ കയറിയിട്ട് ചീത്തം വിളിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു വന്നേ, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. അല്ല ഇല്ലാത്ത കാര്യമൊന്നുമല്ല. സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. അതാണ് സ്നാനത്തിന്റെ ഫോർമുല. എന്നാൽ അപ്പോസ്തലന്മാർ എന്താ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്? അത് ഉപദേശം കൊണ്ട് പഠിച്ച് അവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ അവസാനിക്കാം. യേശുവിന്റെ നാമം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് യേശുവിന്റെ നാമക്കാരെന്ന് പറഞ്ഞൊരു കൂട്ടുണ്ട്.
ഞാൻ അവർക്ക് ദുരുപദേശം കാണണമെന്ന് പറഞ്ഞ് അവർക്ക് ഇട്ടിരിക്കുന്ന വീഡിയോ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കണം. യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുന്ന ശടിക്കുന്നവർ അവരെന്നോട് വാദപ്രതിവാദമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒത്തിരില്ല. സ്നാനത്തിന്റെ ഫോർമുല എന്ന് പറയുന്ന പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം അഴിപ്പിച്ച് സ്നാനപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം വായിച്ചു നോക്കണം. പൗലോസ് എഫെസോസിൽ എത്തിയപ്പോൾ എഫെസോസിൽ ചില ശിഷ്യന്മാരെ കണ്ടു. അവർ 12 പേരുണ്ടായിരുന്നു. അവരുടെ തീഷ്ണത കണ്ടപ്പം പൗലോസ് വിചാരിച്ചു ഇവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടതാണെന്ന് വിചാരിച്ചു. അവരോട് ചോദിച്ചു, ഇവരുടെ ഉത്സാഹം കണ്ടപ്പോൾ അവരോട് ചോദിച്ചാ, ഫെബിയമോളെ അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം വായിക്കണം കേട്ടോ, അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും. അഭിഷേക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞ വാചകം അറിയാമോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ പൗലോസിന് സംശയം, എന്താ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു നോക്കണമേ? സ്നാനം ശരിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള നാമം കേൾക്കുമല്ലോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണല്ലോ സ്നാനം. ഞങ്ങൾ ഇങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. അയ്യോ, പൗലോസ് ആദ്യം വിചാരിച്ചു ഇവര് ക്രിസ്ത്യാനികളാണെന്ന് വിചാരിച്ചത്. യേശുവിൽ വിശ്വസിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടാന്നാണ് വിചാരിച്ചത്. അപ്പം പൗലോസ് പറഞ്ഞു, ഉപദേശം പഠിപ്പിച്ചു. ആ സമയം കഴിഞ്ഞു പോയി. അവർ യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ് ഏറ്റത്. യോഹന്നാൻ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി സ്നാനപ്പെടുത്തിയ സ്നാനമാണ്. അതിന്റെ കാലം കഴിഞ്ഞു പോയി. വീണ്ടും അവരെ അഴിച്ച് സ്നാനപ്പെടുത്തി. ആ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരുന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന യേശുവിന്റെ നാമം സ്നാനം എന്ന് പറഞ്ഞാൽ അന്നത്തെ നാമം എന്ന് പറഞ്ഞാൽ പല നിലയിൽ സ്നാനപ്പെടുത്തുന്ന മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുത്തുന്നവരുണ്ടായിരുന്നു, മരിച്ചവർക്ക് വേണ്ടി. അതുപോലെ തന്നെ വേറെ നിലയിൽ കുളിച്ച് തളിച്ച് സ്നാനപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വേറെ നിലയിലുള്ള സ്നാനങ്ങളൊക്കെ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അതുകൊണ്ട് വെറുതെ അത് വായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സ്നാനം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവരെ അറിയപ്പെടുന്നത്, അവർക്ക് എപ്പോഴും പറയാനുള്ളത് യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. മറ്റൊരുത്തൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അതാണ് ഈ നാമത്തിന്റെ പ്രത്യേകത. നമ്മളെയും യേശുവിന്റെ നാമം എന്ന് വിളിച്ചാൽ നമ്മൾ അങ്ങനെ ആയോണ്ടല്ലേ, വിളിച്ചോട്ടെ. പക്ഷെ നമ്മുടെ സ്നാനത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 28 അധ്യായം 19-20 നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. ഈ സ്നാനത്തിന് വിരുദ്ധമായി നടത്തുന്ന സ്നാനം ക്രിസ്തീയ സ്നാനമല്ല. വെള്ളത്തിൽ മുക്കിയായിരിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരിക്കണം. ആരാ പഠിപ്പിച്ചത്? നമ്മുടെ കർത്താവാണ് പഠിച്ചത്. നിങ്ങൾ സകല ജാതികളെയും അങ്ങനെ ശിഷ്യരാക്കിക്കൊള്ളുകയും സകലോടും പോയി സുവിശേഷം അറിയിക്കുകയും എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും. നമ്മളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്റെ നാമത്തിൽ. എന്റെ നാമത്തിൽ നിങ്ങൾ പുതുഭാഷയിൽ സംസാരിക്കും. എന്റെ നാമത്തിൽ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അതുകൊണ്ട് ഇവരെ അറിയപ്പെടുന്നത് യേശുവിന്റെ നാമക്കാരനായിരുന്നു അറിയപ്പെടുന്നത്. പക്ഷെ അവർ നടത്തിക്കൊണ്ടിരുന്ന സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരുന്നു. നിങ്ങൾ സമയം കിട്ടോ യൂട്യൂബിൽ കയറി പാസ്റ്റർ സി വി ആൻഡ്രൂസ് അടിച്ചാൽ യേശു നാമക്കാരുടെ ദുരുപദേശം കാണണം എന്ന് പറഞ്ഞ 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കാൻ തക്കണം, ഉപദേശം പഠിക്കാൻ. ശാബദ മിഷൻകാരുടെ ഉപദേശമുണ്ട്, യേശുവിന്റെ നാമക്കാരുടെ ഉപദേശം ഖണ്ഡനമുണ്ട്. ത്രിയേകത്വം, ട്രിനിറ്റിയെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള ഖണ്ഡനം. അതുപോലെ തന്നെ ഒരുപാട് ഖണ്ഡന പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. യഹോവ സാക്ഷിയുടെ ദുരുപദേശ ഖണ്ഡനം. ഇതെല്ലാം ഞാൻ ഒരുപാട് ഖണ്ഡിക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ഒരിക്കൽ അവര് വില പോയിട്ടില്ല, പല വ്യക്തികൾ ഖണ്ഡിക്കുന്നുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. അവസാനം അവര് യേശുമക്കാർ എൻ്റെ പേരിൽ ഒരു വീഡിയോ അടിച്ചിട്ട് ആൻഡ്രൂസ് എന്ന് പറയുന്ന വ്യക്തി ദുരുപദേശകനാണെന്നൊക്കെ പറഞ്ഞ് അപരകർണം ഇറക്കി. അതും എൻ്റെ ഈ കിടപ്പുണ്ട്. എൻ്റെ കാര്യത്തില് അവരുടെ വളച്ചിലൊന്നും നടക്കത്തില്ല. ഇവിടെ പലരും യേശുനാമത്തിലുള്ളതുകൊണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു വന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരൊക്കെ സ്നാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. സ്നാനം തെറ്റായിട്ടിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല, യേശുവിന്റെ നാമത്തെ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയ വന്നെങ്കിൽ അതിന് അഴിച്ച് സ്നാനപ്പെടുത്തണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് ശരി. എന്റെ നാമം നിങ്ങൾ മുറുകെ പിടിച്ചിരുന്നു. ഇതാ പെർഗമോസയുടെ ദൂത്. എനിക്ക് ആ വാക്യം മൊത്തം തീർക്കുന്നുണ്ടായിരുന്നു, സമയം അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുകരിക്കട്ടെ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പാടാൻ പോകുന്ന നമ്മുടെ വീണയും അഭിഷേകയും അവരുടെ പാട്ട് കേൾക്കണം. അവർ ഹൈന്ദവ പശ്ചാത്തലം തിരിച്ച് ദൈവകൃപയിൽ വന്ന് അവര് ഭർത്താവുമായിട്ട് ഒന്നിച്ച് ബാലു ഭയങ്കര പ്രവർത്തനം അവർ ചെയ്യുന്നത്. ആ അഭിഷേകമ്മയുടെ പാട്ടൊന്ന് കേൾക്കണം. നമ്മള് അത് ഇരുന്ന് കേൾക്കും. പാട്ട് മക്കളെ, പാട്ട് പാടിക്കേ. വീണ അഭിഷേക.
കേൾക്കാൻ മേല. ട്രിവാൻഡ്രത്തെ പ്രോബ്ലം, മോളെ നെറ്റ് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല മോളെ. നമുക്ക് എന്നാലേ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്താ, ഞാൻ ഒരു ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്റർനെറ്റ് ഓൺ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അവരുടെ താമസ സൗകര്യം മാറി, അതുകൊണ്ട് പറ്റിപ്പോയത്. അവരെന്നാ പാട്ടുകാരാണെന്നറിയോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പാസ്റ്റർ ആഗസ്റ്റിൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാകിയ നിന്റെ പാദാന്ത പീഠത്തിങ്കൽ കർത്താവെ, അടിയങ്ങളുടെ ഗുരുവും രക്ഷിതനുമായ ദൈവത്തെ, ആ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ആ ജീവന്റെ എബ്രായർ 4:12 ദൈവത്തിന്റെ വചനമോ ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ആ ജീവന്റെ വചനം കർത്താവെ പഠിക്കുവാൻ ഓൺലൈനിലൂടെ ദൈവമേ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ദൈവം അവിടുന്ന് ഒരുക്കി നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവമേ തരുണത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ അഭിഷിക്ത ദാസനെ കർത്താവെ വളരെയധികം ആത്മനിറവോടെ അർപ്പണഭാവത്തോടെ കർത്താവെ വളരെയധികം ഡെഡിക്കേഷൻ പഠിപ്പിക്കുവാൻ സ്വർഗം അവിടുന്ന് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ, ആയുസ്സും ആരോഗ്യവും നൽകി കൊടുത്ത് ദൈവം അവിടുന്ന് മാനിക്കണമേ. ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസനോട് ഈ വരും കാലഘട്ടം കൂടുതലായി അടിയങ്ങളിലേക്ക് പറയുന്ന വചനങ്ങളെല്ലാം അത് അടിയങ്ങൾ സ്വീകരിച്ച് കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം പഠിച്ച് മനസ്സിലാക്കി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന നല്ല മക്കളായി തീരുവാൻ കർത്താവെ, ആ വചനം കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവം അത് അടിയങ്ങളുടെ ജീവിതത്തിനൊരു അനുഗ്രഹമായി തീരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, വചനങ്ങളെല്ലാം കേട്ട് കർത്താവെ പഠിച്ച് കർത്താവ് അനേകം പേരെ കർത്താവെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, കർത്താവെ പാവമൂലമായ ലോകത്ത് അനേകം പേരെ ആ പാപത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ സ്വർഗം അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരുന്ന എല്ലാ മക്കളെയും നിന്റെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നപ്പ. അവരെല്ലാം അവരായിരിക്കുന്ന മേഖലകളില് ദൈവം അവരുടെ ജോലി കാര്യങ്ങളില് അവരുടെ എല്ലാ മേഖലകളിലും ആത്മീക കാര്യങ്ങളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ അപ്പ. വരും കാലഘട്ടങ്ങളിൽ കർത്താവെ അടിയങ്ങൾക്ക് ഒന്നിച്ച് പഠിച്ചു മുന്നേറുവാൻ, എന്റെ കർത്താവിന്റെ വചനം പഠിച്ചു മുന്നേറുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു പ്രാവശ്യം കൂടി അഭിഷിക്തനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഈ ക്ലാസിന്റെ ആദ്യം മുതൽ ഈ സമയം വരെ പരിശുദ്ധാത്മാവിലായിരിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച ദൈവത്തിന്റെ നല്ല കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഇപ്പോൾ അടിയങ്ങൾ പിരിയുന്നു, പിരിയാത്ത സാന്നിധ്യം അടിയങ്ങളോട് കൂടിയിരിക്കണമേ. ദൈവമേ, എല്ലാ മക്കളെയും ക്രൂശിന്റെ മറവിൽ മറയ്ക്കുന്നു. തമ്പുരാന്റെ സാന്നിധ്യം അടിയങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പൊന്നുതിരുനാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും കാവലും സംസർഗവും കൂട്ടായ്മയും ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിച്ച സകല വിഷയങ്ങളോടും ക്ലാസ് എടുത്ത ദേവദാസനോടും ഈ ഓൺലൈനിലായിരിക്കുന്ന സകല മക്കളോടും കർത്താവെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് ജയം നൽകി തന്ന കൃപയ്ക്കായി കരങ്ങളെ ഉയർത്തി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്യാമിനായിട്ട് വീഡിയോ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചുമതല ഏറ്റെടുത്തത്. ആ ആഗസ്റ്റിനും ഇന്നുണ്ടായിരുന്നതിന് വലിയൊരു സന്തോഷമായിരുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.